Rahul sir, we are live. Shall we start? Yeah, sure. So good morning, DXN Kerala. എല്ലാവർക്കും DXN കേരള ഓൺലൈൻ ഉത്സവത്തിന്റെ ഈ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഈ ഒരു മീറ്റിംഗ് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സൂം വ്യൂവേഴ്സിനും നമ്മുടെ യൂട്യൂബ് വ്യൂവേഴ്സിനും എല്ലാവർക്കും ഈ ഒരു ഉത്സവത്തിലേക്ക്, ഈ ഉത്സവത്തിന്റെ 6ാം അധ്യായത്തിലേക്ക് സ്വാഗതം. ഇതിൽ കുറെ പേർ DXNലെ കറന്റ്ലി ഉള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടാവാം, മെമ്പേഴ്സ് ഉണ്ടാവാം. അതിനു പുറമെ DXN എന്താണ് എന്ന് അറിയുവാൻ വേണ്ടി വന്ന പുതിയ കൂട്ടുകാരും നമ്മുടെ കൂടെ ഉണ്ടാവാം. സോ ബേസിക്കലി എന്താണ് DXN, അത് നമ്മൾ ഈ ഒരു ഉത്സവത്തിൽ ചർച്ച ചെയ്യുന്നതാണ്. അതിനു പുറമെ DXN എന്ന ഈ ഒരു ബിസിനസ് നമുക്ക് തരുന്ന അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റി എന്തൊക്കെയാണ് എന്ന കാര്യങ്ങളും നമ്മൾ ഈ ഒരു 1.25 മണിക്കൂറിന്റെ ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അതേപോലെ DXN കമ്പനിയുടെ പുതിയ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളും നമ്മൾ ഈ ഒരു ഉത്സവം വേദിയിൽ പങ്കിടുന്നതാണ്. നമ്മൾ എല്ലാ ഈവന്റ് ഡേയ്സിലും DXN കേരള മലയാളികൾക്കായി മലയാളം ബേസ്ഡ് ആയിട്ടുള്ള സൂം മീറ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ ഈവന്റ് ഡേയ്സിലും BOM, NDT, DT, ബിസിനസ് ഓപ്പർച്യൂണിറ്റി, അങ്ങനെ പല കാര്യങ്ങളും, സക്സസ് സ്റ്റോറീസ്, DXNന്റെ ബേസിക് സ്കിൽസ് എന്താണ്, നെറ്റ്വർക്കിംഗ് സ്കിൽസ് എന്തൊക്കെയാണ്, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ എല്ലാ ഈവന്റ് ഡേയ്സിലും ചർച്ച ചെയ്യുന്നതിന് ഉപരിതമായി നമ്മൾ ഇവിടെ ഈ ഒരു ഉത്സവം എന്ന ഈ ഒരു വേദിയിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്നത് നമ്മൾ DXN വഴി സക്സസ്ഫുൾ ആയ പല ലീഡേഴ്സിനെയും, അതല്ല DXN വഴി ഉന്നതിയിലേക്ക് പല മാനേജ്മെന്റ് അംഗങ്ങളെയും നമ്മൾ ഈ ഒരു വേദി, ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരികയാണ്. അവരുടെ കഥകൾ, അവരുടെ ജീവിത വിജയത്തിന്റെ മാർഗം എന്തൊക്കെയാണ്, അവരെന്തൊക്കെയാണ് ആ ഒരു സ്ട്രാറ്റജി അവരുടെ ജീവിതത്തിലേക്ക് എടുത്തിട്ടുള്ളത്, അവർ മുന്നോട്ട് പോയ വഴികൾ എന്തൊക്കെയാണ്, അവർ നേരിട്ട തടസ്സങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഈ ഒരു ഉത്സവം വേദിയിൽ നമ്മൾ മനസ്സിലാക്കുന്നു. DXN കേരള ഉത്സവം, ഓൺലൈൻ ഉത്സവം, ഇത് ഈ ഒരു കോവിഡ് സിറ്റുവേഷനിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ശരിക്കും രാഹുൽ സാർ പറയുന്ന ഒരു പോയിന്റ് ആണ്, ബൂൺ ഇൻ ഡിസ്ഗൈസ്. അതാണ് ശരിക്കും ഈ ഒരു കോവിഡ് സിറ്റുവേഷൻ DXN തന്നിട്ടുള്ളത്. കാരണം ഓൾ ഇന്ത്യ ബേസ്ഡ് DXNന്റെ ബിസിനസ്, പണ്ടത്തെ ബിസിനസ് ബിഫോർ കോവിഡ്, പോസ്റ്റ് കോവിഡ് സിറ്റുവേഷൻ, പ്രീ കോവിഡ് സിറ്റുവേഷനെക്കാട്ടും അധികം വളർന്നത് ഈ ഒരു കോവിഡ് സിറ്റുവേഷൻ സമയത്ത് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഓൺലൈൻ മീഡിയ വഴി കൂടുതൽ ജോയിനിങ്സ് ഉണ്ടാവുന്നു, കൂടുതൽ പ്രൊഡക്റ്റ് സെയിൽസ് ഉണ്ടാവുന്നു, കൂടുതൽ ഇൻകം, ബോണസ്, നെറ്റ്വർക്കിംഗ് സൈഡിലേക്ക്, മാർക്കറ്റിലേക്ക് കൂടുതൽ ഇൻകം വരുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കാണുന്നത്. അതേപോലെ തന്നെ ഈ ഒരു സിറ്റുവേഷനെ നമ്മൾ കമ്പനി എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, ഈ ഒരു അവസ്ഥയെ കമ്പനി പലതരത്തിലുള്ള പ്രൊമോഷൻസ് നമ്മൾ നെറ്റ്വർക്കേഴ്സിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നു. നമുക്കറിയാം DXN കേരള, DXN ഇന്ത്യ, DXN വേണ്ടിയിട്ട് ഒരു പുതിയ ഒരു പ്രൊമോഷൻ മുന്നോട്ട് വെച്ചു ഓഗസ്റ്റ് മാസത്തില്, വാൾ ഓഫ് ഓണർ അച്ചീവർ, അതല്ലെങ്കിൽ അതേപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ഡേ QSD അച്ചീവർ. ഈ 2 കാര്യങ്ങളും കമ്പനി മുന്നോട്ടേക്ക് കൊണ്ടുവന്നു. ഏതൊരു വ്യക്തിയും, DXN മെമ്പർ ആയിട്ടുള്ള ഏതൊരു വ്യക്തിയും 3500 പേഴ്സണൽ PV മാസത്തിന്റെ 1-ാം തീയതി ചെയ്യുന്ന കേസിലാണെങ്കിൽ അവർ വാൾ ഓഫ് ഓണർ അച്ചീവർ ആകുന്നു. 3500 പേഴ്സണൽ PV നമ്മൾ സ്വന്തം, നമ്മുടെ ഗ്രൂപ്പ് ടോട്ടലി അല്ല, പേഴ്സണൽ ഗ്രൂപ്പ് PV അല്ല, നമ്മൾ സ്വയം 3500 പേഴ്സണൽ PV ചെയ്യുമ്പോൾ നമ്മൾ വാൾ ഓഫ് ഓണർ അച്ചീവർ ആവുന്നു. എല്ലാ മാസം 1-ാം തീയതിയാണ് ഉണ്ടായിരുന്നത്. ശരിക്കും അത് ഒക്ടോബർ മാസം അവസാനിച്ചു. പക്ഷെ നമ്മുടെ നെറ്റ്വർക്കിംഗ് സൈഡിലെയും മാനേജ്മെന്റ് സൈഡിലെ ഡിമാൻഡ് കാരണം അത് വീണ്ടും നമ്മുടെ കമ്പനി അത് അറിഞ്ഞുകൊണ്ട് അത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. നവംബർ, ഡിസംബർ, ജനുവരി ഈ 3 മാസവും നമ്മൾ വാൾ ഓഫ് ഓണറും ഫസ്റ്റ് ഡേ QSDയും മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതാണ് ഈ ഒരു ടൈറ്റിൽ അച്ചീവ്മെന്റ്. വാൾ ഓഫ് ഓണർ ആവുന്ന വ്യക്തികളുടെ പേര് നമ്മുടെ കമ്പനിയുടെ കോർപ്പറേറ്റ് വെബ്സൈറ്റ് ആയ www.dxnindia.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. അതേപോലെ ഫസ്റ്റ് ഡേ QSD അലോങ് വിത്ത് 3500 പേഴ്സണൽ PV, ഫസ്റ്റ് ഡേ ക്വാളിഫൈഡ് സ്റ്റാർ ഡയമണ്ട് ആവുക. അതിന് പുറമെ ഡയമണ്ട്സിന് മാത്രമുള്ളതാണത്. ഫസ്റ്റ് ഡേ ക്വാളിഫൈഡ് സ്റ്റാർ ഡയമണ്ട് ആവുക, അതേപോലെ അവര് 3500 പേഴ്സണൽ PV ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ഫോട്ടോ സഹിതം നമ്മുടെ കോർപ്പറേറ്റ് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്നതാണ്. അത് നമ്മൾക്കുള്ള ഏറ്റവും വലിയ അംഗീകാരം കൂടിയാണ്. ഈ ഒരു നവംബർ മാസം 1-ാം തീയതി ശരിക്കും അഭിമാനത്തോടെ നമുക്ക് പറയാൻ സാധിക്കും, DXN മാനേജ്മെന്റിനും DXN കേരള കോർ ഗ്രൂപ്പിനും അഭിമാനത്തോടെ മുന്നോട്ട് വെക്കാൻ കഴിയുന്ന കാര്യമാണ്, നമ്മളിൽ 190 പേരാണ് ഫസ്റ്റ് ഡേ വാൾ ഓഫ് ഓണർ അച്ചീവർ ആയിട്ടുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻ ടു ഈച്ച് ആൻഡ് എവറി അച്ചീവർ ഓഫ് വാൾ ഓഫ് ഓണർ ടൈറ്റിൽ. കൺഗ്രാജുലേഷൻ ടു ഓൾ. അതേപോലെ 20ഓളം ആളുകൾ ഫസ്റ്റ് ഡേ ക്വാളിഫൈഡ് സ്റ്റാർ ഡയമണ്ടുമായി കഴിഞ്ഞു. ആ സ്റ്റാർട്ടിങ്ങിൽ ശരിക്കും 6 പേര് 7 പേര് തുടങ്ങി 20ഓളം പേര് എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ ചെറിയ നിസ്സാര കാര്യമല്ല. നമ്മൾ ഡയമണ്ട്സ് ആയ ഓരോ വ്യക്തികൾക്കും ഇത് അടുത്ത മാസം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സോ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, നമ്മുടെ ഈ ഒരു ഓൺലൈൻ ഉത്സവം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഈ ഒരു ഓൺലൈൻ ഉത്സവത്തിലേക്ക് ഡയറക്ട്ലി കടക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ
എനിക്ക് ഇവിടെ നന്ദി അറിയിക്കാനുള്ളത് നമ്മുടെ കോഡാമസ് ഗ്രൂപ്പിനാണ്. അവരുടെ ഏറ്റവും വലിയ സപ്പോർട്ടാണ് ഈ ഒരു ഉത്സവം ഇത്രയും സക്സസ്ഫുൾ ആയി നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു വെരി മച്ച് അവർ കോഡാമസ് കേരള ഗ്രൂപ്പ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ ഉത്സവത്തിന്റെ ഗസ്റ്റ് ആയ നമ്മുടെ പ്രിയപ്പെട്ട ഫസ്റ്റ്ലി ബേസിക്കലി നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല, ആദ്യം വെൽക്കം ചെയ്യാതിരിക്കാൻ സാധിക്കില്ല. DXന്റെ കേരള PIC സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ DXന്റെ സൗത്ത് ഇന്ത്യ മാർക്കറ്റിംഗ് ഹെഡ് ആയ നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽ സാർ നമ്മുടെ കൂടെ ഈ ഒരു ഉത്സവത്തിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. സോ വെൽക്കം രാഹുൽ സാർ, വെൽക്കം ടു DXN കേരള ഓൺലൈൻ ഉത്സവം. Thank you, Shyam. Thank you very much. In a voice audible or no? Yes, sir, your voice audible, sir. Right, sir. Thank you, Shyam. Thank you very much. So, once again, warm welcome. DXN ഓൺലൈൻ ഉത്സവത്തിന്. ഇൻഫാക്ട് ഞാൻ എല്ലാവരും സേഫ് ആണ്, ഹെൽത്തി ആണ് വിശ്വസിക്കുന്നത്. ബിക്കോസ് ഈ പാൻഡമിക്കിൽ ഫസ്റ്റ് നമ്മൾ ചോദിക്കുന്നത് അവരാണ്, എല്ലാവരും സേഫ് ആണോ ഹെൽത്തി ആണോ. പിന്നെ സ്പെഷ്യൽ ഇന്നത്തെ ഓൺലൈൻ ഉത്സവം സ്പെഷ്യലി ഫോർ കേരള വി ഗോട്ട് നമുക്കൊരു വെരി സ്പെഷ്യൽ ഗസ്റ്റ് ഓൾ ദ വേ ഫ്രം മിഡിൽ ഈസ്റ്റ്. ലക്കിലി ഇപ്പൊ നാട്ടിലായില്ലത്, ക്വാറന്റൈനായില്ലത്. സോ നമ്മുടെ പ്രിവിലേജ് ആണ്. ഇറ്റ്സ് എ പ്രിവിലേജ് ടു ഹോണർ ടു us. മിഡിൽ ഈസ്റ്റിന്റെ മാർക്കറ്റിംഗ് ഡയറക്ടർ മിസ്റ്റർ സലീം സജീർ നമ്മൾ ഒരുമിച്ചുണ്ട്. ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് is Mr. Salim Sajid. So thank you very much for accepting DXN Kerala's invitation. Thank you very much. Because നമ്മൾ ഇൻഫാക്ട് നമ്മൾ ഒരു മാസത്തിൽ ഒരു പ്രോഗ്രാം മാത്രമേ നടക്കുന്നില്ല ഓൺലൈൻ ഉത്സവം എന്ന് പറഞ്ഞിട്ട്. വി ഗെറ്റ് സ്പെഷ്യൽ ഗസ്റ്റ് ആൻഡ് ഇറ്റ് ഇസ് നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. ബിക്കോസ് വി വാണ്ട് ആരെങ്കിലും മലയാളീസ് ആയിട്ട് കിട്ടാൻ. എന്റെ മലയാളം ഓൾറെഡി അത്ര ശരിയല്ല. അപ്പൊ അവർക്ക് അറിയാം രാഹുൽ സാറിന്റെ മലയാളം അത്ര ശരിയല്ല. They want somebody who can speak better Malayalam. So definitely ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് മാർക്കറ്റിംഗ് ഡയറക്ടർ ഓഫ് മിഡിൽ ഈസ്റ്റ് മിസ്റ്റർ സലീം. ഡെഫിനറ്റ്ലി നല്ല മലയാളം, എന്റെ പോലത്തെ മലയാളം അല്ല. He will speak a very good Malayalam. So thank you very much once again. And definitely നമ്മളെ എക്സിക്യൂട്ടീവ് ട്രിപ്പിൾ ഡയമണ്ട് മിസ്റ്റർ ദിലീപ് സർ ഇനിഷ്യൽ സെഷൻ എടുക്കാൻ. So thank you Dilip sir also. So initially company side ചെറിയ updates in the sense DXN കേരള എങ്ങനെ ചെയ്യുന്നുണ്ട് ബിസിനസ് വൈസ്, സെയിൽസ് വൈസ്, റിക്രൂട്ട്മെന്റ് വൈസ്, 3000 PPV വൈസ്. സെയിൽസ് വൈസ് നോക്കിയാൽ ഏകദേശം നമ്മൾ കമ്പയർ ടു സെപ്റ്റംബർ മന്ത് ഒരു ഏകദേശം ഒരു 5% ഇൻക്രീസ് ഉണ്ടായിരുന്നു. 5% ഇൻക്രീസ് ഉണ്ടായിരുന്നു. ഗുഡ് സൈഡ്. എല്ലാ മാസവും ഗ്രോത്ത് ഉണ്ട്. നമ്മള് ഈ പാൻഡമിക്കിലും താഴോട്ട് പോയില്ല. വി ആർ ഗോയിങ് അപ്വേർഡ്സ്. ആ ഫസ്റ്റ് 2 months മാത്രം ചെറിയൊരു ഒബ്സ്റ്റക്കിൾ ഉണ്ടായിരുന്നു. അതിനുശേഷം എല്ലാ മാസവും വി ആർ ഗ്രോയിങ് സ്റ്റഡിലി. സോ നല്ല സൈൻ ആണ്. ആൻഡ് റിക്രൂട്ട്മെന്റ് നോക്കിയാലും കഴിഞ്ഞ മാസം ഒക്ടോബർ മാസം ഏകദേശം ഒരു 27% ഹയർ റിക്രൂട്ട്മെന്റ് ആയിരുന്നു. സോ വെരി ഗുഡ് സൈൻ, വെരി ഗുഡ്. ബിക്കോസ് അൾട്ടിമേറ്റ്ലി ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ അകത്ത് റിക്രൂട്ട്മെന്റ് ഒരു മേജർ റോൾ, ഒരു ബിഗ് റോൾ പ്ലേ ചെയ്താണ്. സോ 27% ഗ്രോത്ത് കമ്പയർ ടു സെപ്റ്റംബർ ഇസ് ഡെഫിനറ്റ്ലി ഗുഡ്. ബിക്കോസ് പക്ഷെ നമുക്ക് ഒരു ഹയർ പെർസെന്റ് ഇനിയും എത്താനുണ്ട്. വി നീഡ് ടു ഇപ്പൊ ഇന്ത്യന്റെ റിക്രൂട്ട്മെന്റ് സ്റ്റേജ് നമ്മൾ എത്തിയില്ല. ഇന്ത്യന്റെ ആവറേജ് സ്പെഷ്യലി നമ്മളെ ബീഹാറും UPയും അവരെ റിക്രൂട്ട്മെന്റ് പെർസെന്റേജ് നമ്മൾ എത്തിയില്ല. ബട്ട് ഡെഫിനറ്റ്ലി മോശമല്ല. കേരള ഇസ് ഡൂയിങ് ഗുഡ്. 3000 PPVയും ഒരു 8% ഇൻക്രീസ് ഉണ്ട്. ഓവറോൾ ആയിട്ട് സേ കേരള ഇസ് ഡൂയിങ് ഗുഡ്. ഈവൻ IOCയും ഐസിംഗ് ഓൺ ദ കേക്ക് ഫുൾ ഇന്ത്യയില് കേരള ഈസ് ലീഡിങ് ഹൈയസ്റ്റ് ആണ്. സോ കൺഗ്രാറ്റുലേഷൻസ് നമ്മളെ കോർ ലീഡേഴ്സ്, നമ്മളെ ഡയമണ്ട്സ് ആൻഡ് ദ എൻറ്റയർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വിത്ത് ദ മാനേജ്മെന്റ്. A big congratulations because ഇന്ത്യനകത്ത് IOC ഒരു കണ്ടിന്യൂസ് എത്രയോ മാസങ്ങളായി, ഒരു 3-4 മാസം 5 മാസമായി കണ്ടിന്യൂസ്ലി IOC നമ്പർ 1 ഇന്ത്യ കേരള തന്നെയാണ്. സോ ബിഗ് അച്ചീവ്മെന്റ്. ആൻഡ് സ്പെഷ്യലി അതിനകത്ത് ഏറ്റവും കൂടുതൽ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി നമ്മുടെ രാജീവ് സാർ, വിനീത് സാർ ആൻഡ് ടീം. അൾട്ടിമേറ്റ്ലി നല്ലൊരു വലിയ കോൺഗ്രാറ്റുലേഷൻസ് ഫോർ ദ എൻറ്റയർ ടീം, സ്പെഷ്യൽ IOC. ബിക്കോസ് IOC പറയുമ്പോൾ എനിക്ക് ഓർക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ഡയമണ്ട്സ് മീറ്റിംഗിൽ നമ്മുടെ 2020 പ്ലാൻ ഒന്ന് ലോഞ്ച് ചെയ്തായിരുന്നു. 2020 പ്ലാൻ ഇറ്റ്സ് ആക്ച്വലി ബിക്കോസ് ഇപ്പോൾ MLM കമ്പനീസ് എല്ലാ ബാക്കിയെല്ലാം ഡയറക്ട് സെല്ലിംഗ് കമ്പനീസ് അവരുടെ അടുത്ത് നല്ല പ്രൊഡക്ട്സ് ഇല്ല, സുപ്പീരിയർ പ്രൊഡക്ട്സ് ഇല്ല. ബട്ട് സ്റ്റിൽ നമ്മളെ പ്ലാൻ കാണിച്ചിട്ട് മാത്രം ജസ്റ്റ് ഫോർ ഷോയിങ് ദ പ്ലാൻ they are making big money and we should be blessed. Appo ഞാൻ പറഞ്ഞത് we should be showing the plan with the products. So അങ്ങനെയാണ് ഞാൻ I came out with this fusion, that is IOCയും നമ്മളെ സിംപും how to make a better fusion.
സോ അത് ഞാൻ ഓൾറെഡി ലാസ്റ്റ് ഡയമണ്ട്സ് മീറ്റിംഗ് ഓൾറെഡി ഞാൻ പ്രൊഡ്യൂസ് ചെയ്തില്ല. അപ്പൊ സ്പെഷ്യലി ഒന്നുകൂടെ ഈ 26-ാം തീയതി 26th തന്നെ എന്റെ സൈഡിൽ ഫ്യൂഷൻ പ്രസന്റേഷൻ ഒന്നുകൂടെ വൺ മോർ ടൈം ഉണ്ടാവും. പ്ലീസ് മാക്സിമം നമ്മളെ മെമ്പേഴ്സ് ആണെങ്കിലും നോൺ മെമ്പേഴ്സ് ആണെങ്കിലും, ബിക്കോസ് അൾട്ടിമേറ്റ്ലി വാട്ട് ഐ ബിലീവ് ആസ് എ മാർക്കറ്റിംഗ് മാനേജർ സൗത്തിൽ ആ ബിലീവ് ഒരു കാര്യം ഒരു സ്ട്രോങ് ബിലീഫ് ആണ്. സി ഫസ്റ്റ് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് DXN ജോയിൻ ചെയ്യുന്നത് ബിക്കോസ് ഓഫ് ദ പ്രൊഡക്ട്സ്, ഡെഫിനറ്റ്ലി ബിക്കോസ് ഓഫ് ദ പ്രൊഡക്ട്സ്. അതിന്റെ ബെനിഫിറ്റ്സും അതിന്റെ എഫിക്കസിയും അതിന്റെ റിസൾട്ട്സും കൊണ്ടാണ് അവർ ജോയിൻ ചെയ്യുന്നത്. Then later they stick back to DXN. നമ്മൾ ഒരുമിച്ച് സ്റ്റിക്ക് ചെയ്യുന്നത് for the benefits, to make a career, to make a good business. And ഈ നമ്മളെ ഈ ബിസിനസ് ഈ നമ്മളെ ഒരുമിച്ച് നിൽക്കുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ ലീഡേഴ്സ്, now it is time that we show the big plan of DXN. We have I'm not saying products വേണ്ടി പറയേണ്ടതാണ്, but it is time that we show the big plan, because we have a massive ഒരു വലിയ plan ഉണ്ട് to make a very big income. So that is ആ പ്ലാൻ നമുക്ക് ഷോ ചെയ്യണം. എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സും അല്ലെങ്കിൽ നോൺ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനൊക്കെ എത്തിക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. സോ 26th മറക്കല്ല, 26 സെയിം ടൈം 2:30 വിത്ത് ദാറ്റ് ഫ്യൂഷൻ 2020 ഫ്യൂഷൻ ഡെഫിനറ്റ്ലി ഞാൻ ഒന്നുകൂടെ കൊണ്ടുവരുന്നുണ്ട്. സോ along with that പുതിയ പ്രൊഡക്ട്സ് ഡെഫിനറ്റ്ലി വി ആർ മാനേജ്മെന്റ് സൈഡിൽ നിന്ന് പുതിയ പ്രൊഡക്ട്സ് പുതിയ കുറെ പ്രൊഡക്ട്സ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ആൻഡ് the good news, ഏറ്റവും വലിയ ഗുഡ് ന്യൂസ് ആണ് ഇപ്പം ഫാക്ടറി സൈഡ്, ഫ്രം ദ ഫാക്ടറി സൈഡ് ഡോക്ടർ രാജേഷ് സവേര ആണ് ഹെഡ് ചെയ്യുന്നത് ഇന്ത്യയിലെ എല്ലാ ഫാക്ടറി. സോ ഇറ്റ്സ് എ ഗുഡ് സൈൻ ഫോർ us, because ഡോക്ടർ രാജേഷ് സവേര ഒരു നമ്മളെ എല്ലാ നെറ്റ്വർക്കേഴ്സ് ഒരുമിച്ച് ക്ലോസ്ലി മൂവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എവറിബഡി നോസ് ആൻഡ് ഹി നോസ് ദ മാർക്കറ്റ് പൾസിനായിട്ട് ശരിക്കും അറിയാം. അവരെ ഇപ്പം നമ്മളെ പ്രൊഡക്ട്സ് കംപ്ലൈൻസ് ആണെങ്കിലും അല്ലെങ്കിൽ പുതിയ പ്രൊഡക്ട്സ് ഡിമാൻഡ്സ് ആണെങ്കിലും. So അതുകൊണ്ട് ഒരു പോസിറ്റീവ് സൈൻ ആണ് ഡോക്ടർ സെവേര ആസ് എ മാർക്കറ്റിംഗ് ആസ് എ ഫാക്ടറി ഹെഡ് ആയിട്ട് വന്നത്. സോ വി കൻ എക്സ്പെക്ട് വൺസ് നമ്മളെ സിദ്ദിപേട്ട് ഫാക്ടറി സ്റ്റാർട്ട് ആയാലേ വി കൻ എക്സ്പെക്ട് മെനി പ്രൊഡക്ട്സ്. ആൻഡ് ഹോപ്പ്ഫുള്ളി എനിക്ക് തോന്നുന്നു ബൈ ജനുവരി ഫെബ്രുവരി അറ്റ്ലീസ്റ്റ് നമ്മളെ ആ GMP ഫാക്ടറി, ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ് ഫാക്ടറി, GMP ഫാക്ടറി ഓപ്പറേഷണൽ ആയിരിക്കണം. ആൻഡ് അറ്റ്ലീസ്റ്റ് ഫ്യൂ പ്രൊഡക്ട്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ആൻഡ് ഇപ്പം അപ്പാർട്ട് ഫ്രം DXN പ്രൊഡക്ട്സ് നമ്മൾ original equipments manufacturers, that is OEM products എന്ന് പറയും. So we are also working with that. അതിനെ ഒരുമിച്ച് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി നമ്മളെ സിംഗിൾ ഹെയർ പ്രൊഡക്ട്സ് എന്ന് പറയും. സിംഗിൾ ഹെയർ പ്രൊഡക്ട്സ്, അശ്വഗന്ധ, കുർക്കുമിൻ, തുളസി, ഓൾ ദീസ് നമ്മൾ നോർമലി ആയിട്ട് യൂസ് ചെയ്യുന്നത്, പക്ഷേ ഹൈ ഡിമാൻഡ് ഇൻ ദ മാർക്കറ്റ്. സോ അങ്ങനത്തെ പ്രൊഡക്ട്സും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതിപ്പം കുറച്ച് ഫാസ്റ്റ് ഫേസിൽ പോകുന്നുണ്ട്. സോ ലോട്ട്സ് ഓഫ് ഡെവലപ്മെന്റ്സ്, ബട്ട് എല്ലാ ഡെവലപ്മെന്റ്സും ഉണ്ട്. എവറിത്തിങ് ഈസ് ദെയർ ഫോർ ഹോം. ആർക്ക് വേണ്ടിയിട്ടാണ്? It is for you, for all of you, because ee platform itra best platform. I always say, ഞാൻ എപ്പോഴും പറയുന്നതാണ്, DXN is a true MLM company, a true MLM company. ഇപ്പോഴും ഞാൻ മാർക്കറ്റ് വേറെ ഫേസ് നോക്കുമ്പോൾ വേറെ ഡയറക്ട് സെല്ലിംഗ് കമ്പനീസ് നോക്കുമ്പോൾ ട്രൂ MLM കമ്പനി ഇത്ര കണ്ടിട്ടില്ല, ഒരു ട്രൂ ഡയറക്ട് സെല്ലിംഗ് കമ്പനി കണ്ടിട്ടില്ല. ബട്ട് ഹിയർ നമ്മൾ പറയുന്നത് കമ്പനി സ്റ്റെബിലിറ്റി ആണെങ്കിലും സുപ്പീരിയർ പ്രൊഡക്ട്സ് ആണെങ്കിലും നമ്മളെ സിമ്പിൾ മാർക്കറ്റിംഗ് പ്ലാൻ ആണെങ്കിലും ആ പ്ലാന്റെ അകത്ത് ആ പാസീവ് ഇൻകം, ദാറ്റ് ഈസ് നമ്മൾ ഇന്ന് ജോലി ചെയ്താലോ ഇല്ലെങ്കിലും ക്ലിനിക്കിൽ പോയാലോ ഇല്ലെങ്കിലും അല്ലെങ്കിൽ ഓഫീസിൽ പോയാലും ഇല്ലെങ്കിലും ഉറങ്ങണമെങ്കിലും സ്റ്റിൽ ഐ ഗെറ്റ് മണി, എനിക്ക് പൈസ കിട്ടും. സോ ദാറ്റ് ഈസ് എ പാസീവ് ഇൻകം. പിന്നെ അതുകൂടാതെ ലെഗസി, നമുക്കത് പറ്റിയാലും ദാറ്റ് അത് നെക്സ്റ്റ് ജനറേഷനിലേക്ക് പോകും, നമ്മളെ വൈഫിന് പോകും അല്ലെങ്കിൽ നെക്സ്റ്റ് ഫാമിലിക്ക് പോകും. നോ അതർ കമ്പനി ഗിവ്സ്. സോ വി ആർ ബ്ലെസ്ഡ്. DXN ഒരുമിച്ച് എല്ലാവർക്കും വി ആർ ബ്ലെസ്ഡ് ദാറ്റ് നമ്മൾ ഈ കമ്പനി ഒരുമിച്ചുണ്ട്. ഇന്ന് ആദ്യമായിട്ട് കേൾക്കുന്നവരോട് പ്ലീസ് ഇറ്റ്സ് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി ഫോർ us. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഓപ്പർച്യൂണിറ്റി ആണ്. ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി റെയർ ആയിട്ട് ബ്ലെസ്ഡ് ആളുകൾക്ക് മാത്രം കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. സോ യൂട്ടിലൈസ് ദിസ് ഓപ്പർച്യൂണിറ്റി വെൽ. ആൻഡ് വിത്ത് ദീസ് വേർഡ്സ് ആൻഡ് താങ്കിങ് എവറിബഡി, I hand over back to Shyam. Shyam, back to you. Thank you very much, Rahul sir. Thank you. Thank you very much, Rahul sir. രാഹുൽ സാറിന്റെ ഭാഗത്ത് നമ്മുടെ കമ്പനിയുടെ പുതിയ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്ന് അറിയാൻ സാധിച്ചു. നമ്മുടെ കമ്പനി എത്രയും പെട്ടെന്ന് നമ്മുടെ ഫാക്ടറി ഓപ്പണിംഗ് ആവുകയാണ്. ഡോക്ടർ രാജേഷ് സവേരയുടെ ആ ഒരു മേധാവിത്വത്തിൽ നമ്മൾ ആ ഒരു ഫാക്ടറിയുടെ പ്രവർത്തനം എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. പല പുതിയ പ്രൊഡക്ട്സും നമുക്ക് ഇതിന്റെ ബേസിൽ നമ്മുടെ അടുത്തേക്ക് ലഭിക്കാൻ പോവുകയാണ്. അതേപോലെ തന്നെ കറന്റ് പ്രൊഡക്ട്സിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാനും കമ്പനി അതിൽ ഫോക്കസ് ചെയ്യുന്നതും കൂടിയാണ്. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ നെക്സ്റ്റ് സെഷനായ കമ്പനി ആൻഡ് പ്രൊഫൈൽ, നമ്മുടെ പുതിയ കൂട്ടുകാർക്ക് വേണ്ടി, പുതിയ ഈ ഒരു മീറ്റിംഗ് കേൾക്കുന്ന പുതിയ വ്യക്തികൾക്ക് വേണ്ടിയിട്ട് കമ്പനി DXN എന്ത് കമ്പനി എന്നെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി, DXN പ്രൊഡക്ട്സിനെ പറ്റി കൂടുതൽ കാര്യം പറഞ്ഞു തരാൻ വേണ്ടി
നമ്മുടെ പ്രിയപ്പെട്ട എക്സിക്യൂട്ടീവ് ട്രിപ്പിൾ ഡയമണ്ടും നമ്മുടെ പത്തനാപുരം സ്വദേശിയായ നമ്മുടെ ദിലീപ് സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ദിലീപ് സാർ. Okay, good morning, sir. Good morning. Good morning. Good morning, sir. Please carry on, sir. Sound screen clear ആണല്ലോ sir? Yes, sir. Screen clear ആണ്, sir. Sound clear ആണ്, sir. Audible. Okay, good morning, dear friends. വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം ഒരു VIP ആണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. മറ്റാരും അല്ല, ഒരു മലയാളി VIP ആണ്. DXLലെ ലോകം അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വം. DXനെ സംബന്ധിച്ച് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വ്യക്തിത്വമാണ് നമ്മുടെ കൂടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ എൻ്റെ സംസാരത്തിനോട് വലിയ പ്രസക്തിയില്ല. എല്ലാവരും സലീം സാറിന്റെ സ്പീച്ചിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. എങ്കിലും പുതിയ കുറെ കൂട്ടുകാർ നമ്മുടെ DXന്റെ മീറ്റിങ്ങിൽ എല്ലാ മീറ്റിങ്ങിലും ഉണ്ടാവും. അതേപോലെ ഇന്നും കുറെ അധികം പുതിയ ആൾക്കാരുണ്ട്. അവർക്ക് കമ്പനി അതേപോലെ പ്രോഡക്റ്റിനെ കുറിച്ച് ജസ്റ്റ് ഒരു സൂചന തരിക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. എന്നെ പരിചയപ്പെടുത്തി, എൻ്റെ പേര് ദിലീപ് എന്നാണ്. ഞാൻ 2002 ഈ മഹത്തായ പ്രസ്ഥാനത്തിലേക്ക് വന്നത്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നൊരു ദിവസം ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇന്ന് അതൊന്നും പറയാനുള്ള സമയമില്ല. എങ്കിലും 2002 വന്ന സമയത്ത് DXL വളരെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് ആർക്കും അറിയില്ല. ഈ കമ്പനിയുടെ പ്രാധാന്യത്തെക്കുറിച്ചോ കമ്പനിയുടെ പ്രോഡക്റ്റിനെ കുറിച്ചോ ഒന്നും അറിയാൻ വയ്യാത്ത ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. അങ്ങനെ ഇതിൽ വന്നു. ഇത് നല്ലൊരു പ്രസ്ഥാനമാണെന്ന് മനസ്സിലാക്കി ആത്മാർത്ഥമായിട്ട് കഴിഞ്ഞ 18 വർഷമായി വളരെ സജീവം 15 വർഷമായിട്ട് ഫുൾ ടൈം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് എൻ്റെ ജീവിതത്തിലെല്ലാം DXLിലൂടെ നേടിയ ഒരു വ്യക്തി കൂടിയാണ്. അപ്പം നമുക്ക് നേരിട്ട് കമ്പനിയിലേക്ക് പോകാം. പുതിയ കൂട്ടുകാരെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, DXL എന്ന് പറയുന്ന മഹാപ്രസ്ഥാനം എന്താണെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. ലോകത്തെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ, ഏറ്റവും പ്രശസ്തവും പ്രസിദ്ധവുമായ ഒരു ഇന്റർനാഷണൽ കമ്പനിയാണ് DXL. ആ കമ്പനിയെ കുറിച്ച് പറയുമ്പോഴേ 93 മലേഷ്യയിൽ ആരംഭിച്ച ഈ മഹത്തായ പ്രസ്ഥാനം ഇന്ന് ലോകത്ത് 27 വർഷം മുന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. 27 വർഷം ലോകത്ത് പ്രവർത്തിച്ച് ജനങ്ങളുടെ 2 കൈ നീട്ടി ലോകത്തെ ജനങ്ങൾ സ്വീകരിച്ച ഒരു മഹാപ്രസ്ഥാനമാണ് DXL. അപ്പൊ ആ പ്രസ്ഥാനത്തെ പുതിയ കൂട്ടുകാരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. അപ്പൊ അങ്ങനെ 93 ആരംഭിച്ച ഈ പ്രസ്ഥാനം ഇന്ന് എത്തി നിൽക്കുന്ന എവിടെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ കമ്പനി ലോകത്തെ ഏറ്റവും DXL is the one of the fastest growing direct selling company in the world. ലോകത്തെ തന്നെ ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന MLM കമ്പനിയാണ് DXL. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ഒരാളോട് പറയുന്നതിന് നമ്മൾ യാതൊരു മടിയും വിചാരിക്കേണ്ട കാര്യമില്ല. മാത്രമല്ല, ലോകത്തെ ഏറ്റവും വലിയ, ഏറ്റവും പ്രാധാന്യമുള്ള ദ വേൾഡ് ലാർജസ്റ്റ് ഗ്യാനോഡർമ കമ്പനി കൂടിയാണ് DXL കമ്പനി. അപ്പം ഗ്യാനോഡർമ എന്താണെന്ന് നമ്മളൊന്ന് അറിയണം. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് ശേഷം ചർച്ച ചെയ്യാം. അപ്പൊ ഈ കമ്പനിയുടെ പ്രത്യേകത, ലോകത്തെ ഏറ്റവും കൂടുതൽ ഗ്യാനോഡർമ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമ്പനി കൂടിയാണ് DXL കമ്പനി. നമ്മുടെ കമ്പനിയുടെ CEO ഡോക്ടർ ലിംസിയോജിൻ എന്ന് പറയുന്ന മഹാനായ സയന്റിസ്റ്റ് ആണ്. അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന അവാർഡുകള്, അംഗീകാരങ്ങളൊക്കെ തന്നെയും നമുക്ക് വളരെ പബ്ലിക്കിന്റെ മുമ്പിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ അഭിമാന പുരസ്സരം നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന വ്യക്തിത്വമാണ് നമ്മുടെ കമ്പനിയുടെ CEO. അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന അവാർഡുകള്, അംഗീകാരങ്ങള്, ലോകത്തില് അദ്ദേഹം കൊടുത്ത സംഭാവനയ്ക്ക് ലോകം അദ്ദേഹത്തിന് കൊടുക്കുന്ന അവാർഡുകളാണ് ഈ കൊടുത്തിരിക്കുന്ന ഓരോന്നും. ഇന്ത്യയിൽ നിന്ന് PhD കിട്ടി, അതേപോലെ മിലേനിയം അവാർഡ്, ആൽബർട്ട് സിച്ചർ അവാർഡ്, അങ്ങനെ പൊസിഷൻ ഓഫ് ന്യൂ മിലേനിയം അവാർഡ്, ഒത്തിരി അവാർഡുകൾ കരസ്ഥമാക്കിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ കമ്പനിയാണ് നമ്മുടേതെന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടി പറയാവുന്ന ഒരു കാര്യമാണ്. അതിലും പ്രാധാന്യമുള്ള മറ്റൊരു സംഭവം, യുണൈറ്റഡ് നേഷന്റെ ഒരു പോഷക സംഘടനയായ ഇംസാമിന്റെ ബ്രാൻഡ് അംബാസഡർ കൂടിയാണ് അദ്ദേഹം. അപ്പം UN പോലും അംഗീകരിച്ചിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ കമ്പനിയുടെ CEO. അപ്പൊ അത്രമാത്രം പ്രഗത്ഭനായ, അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു വ്യക്തി ആരംഭിച്ച കമ്പനി ലോകത്തിന് മൊത്തം ഗുണം കിട്ടുന്ന തരത്തിലുള്ള ഒരു പ്രസ്ഥാനം. നമ്മുടെ കമ്പനിയുടെ മറ്റൊരു പ്രത്യേകത, ലോകത്തെ ഏറ്റവും ടോപ്പ് റാങ്കിലേക്ക് എത്തി, ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് MLM കമ്പനി എന്ന് പറഞ്ഞെങ്കിലും 15ാം സ്ഥാനത്ത് നിൽക്കുന്ന കമ്പനിയാണ് DXL കമ്പനി. മാത്രമല്ല, 93 ആരംഭിച്ച ഈ പ്രസ്ഥാനം സിഇഒയുടെ ലക്ഷ്യം 2020 ആകുമ്പോഴേക്ക് 20 രാജ്യത്ത് എത്തിക്കാൻ വേണ്ടി തുടങ്ങിയ പ്രസ്ഥാനമാണ്. പക്ഷെ 2018 തന്നെ 180ഓളം രാജ്യത്ത് എത്തി എന്നുള്ളത് നമ്മുടെ കമ്പനിയുടെ
പ്രസക്തിയാണ്, അല്ലെങ്കിൽ കമ്പനിയുടെ അനിവാര്യതയാണ്. ലോകത്തിന്റെ മുമ്പിൽ ലോകം രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച പ്രോഡക്റ്റ് കമ്പനി. അതുകൊണ്ട് മാത്രമാണ് ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ലോകം മൊത്തം കാട്ടുതീ പോലെ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു മഹാപ്രസ്ഥാനമായിട്ട് DXN മാറിയിരിക്കുകയാണ്. നമുക്ക് ഇന്ത്യയില് 4 ഫാക്ടറികളാണുള്ളത്. 5ാമത്തെ ഫാക്ടറിയുടെ പ്രവർത്തനം ഏകദേശം അടുത്ത മാസം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അതിനടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിന്റെ ഗേറ്റ് വേ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ സലീം സാർ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കാര്യമായിട്ട് പോകുന്നില്ല. എങ്കിലും തെലങ്കാനയിലെ മന്ത്രി മലേഷ്യയിൽ പോയിട്ട് DXNന്റെ ഫാമും ഫാക്ടറിയും വിസിറ്റ് ചെയ്തതിനു ശേഷം തെലങ്കാനയിൽ ഗവൺമെന്റ് DXNുമായി കൂടി ചേർന്നുകൊണ്ട് ലോകത്തെ തന്നെ ഒരുപക്ഷെ ഏറ്റവും നല്ല DXNന്റെ ഫാക്ടറിയാണ് തെലങ്കാനയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അത്രമാത്രം പ്രാധാന്യമുള്ള DXN കമ്പനി ഇന്ത്യയിലെ വളരെയധികം പ്രാധാന്യത്തോടു കൂടി കാണുന്നു എന്നുള്ളതിന്റെ സൂചനയാണ്. അപ്പൊ ലോകത്തെ തന്നെ ഏറ്റവും പ്രഗത്ഭമായ ഒരു കമ്പനി, ഏറ്റവും പ്രസക്തമായ ഒരു കമ്പനി, ജനങ്ങൾക്ക് അത്യാവശ്യമുള്ള ഒരു കമ്പനിയാണ് നമ്മുടെ കമ്പനി. അതേപോലെ ഏതൊരു കമ്പനിയാണെങ്കിൽ പോലും ഏതൊരു പ്രസ്ഥാനത്തിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങള്. അതിലൊന്ന് ആരുടെ പ്രസ്ഥാനമാണ്, അതിന്റെ പ്രോഡക്റ്റ് എന്താണ്, ഇതിന്റെ പ്ലാൻ എന്താണ്, ഇതുകൊണ്ട് നമുക്ക് എന്താണ് നേട്ടം. ഈ വക കാര്യങ്ങളാണ് MLM കമ്പനി ജോയിൻ ചെയ്യുന്ന ഒരു വ്യക്തി ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതിൽ നമ്മുടെ കമ്പനിയുടെ സിഇഒയുടെ കാര്യം ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു, ഇനി അതിനെക്കുറിച്ച് പറയണമെന്ന് തോന്നുന്നില്ല. അപ്പൊ അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു വ്യക്തി ലോകത്തിന്റെ മുമ്പില് UN സെലക്ട് ചെയ്തിരിക്കുന്നു, അതേപോലെ ലോകം അംഗീകരിച്ചിരിക്കുന്നു, ലോകത്തെ പ്രധാനപ്പെട്ട അവാർഡുകൾ മൊത്തം നേടിയ വ്യക്തിയുടെ കമ്പനി, 27 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം. ഇതൊക്കെ പോരെ സുഹൃത്തുക്കളെ ഒരു കമ്പനി വിശ്വസിക്കാൻ, അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ വിശ്വാസ്യത നമുക്ക് ബോധ്യപ്പെടാൻ. അടുത്തത് നമ്മുടെ പ്രോഡക്റ്റുകളാണ്. നമ്മുടെ പ്രോഡക്റ്റ് അതിലും നമ്മുടെ പ്രോഡക്റ്റിന്റെ പവർ കൊണ്ടാണ് ജനം ഇത്രമാത്രം നമ്മളെ 2 കൈയും നീട്ടി സ്വീകരിച്ചത്. അതേപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ വിഷൻ എന്ന് പറയുന്നത് ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ് എന്നാണ്. ലോകത്തെ സർവമാന ആൾക്കാർക്കും ഹെൽത്തും അതിലൂടെ വെൽത്തും പ്രദാനം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കമ്പനിയുടെ വിഷൻ. അപ്പൊ ഇന്നത്തെ ജീവിത സാഹചര്യം നമുക്കറിയാം. ഓരോ ദിവസം കഴിയുന്തോറും മനുഷ്യന്റെ രോഗപ്രതിരോധ ശേഷി നശിച്ചുകൊണ്ട് എല്ലാ രോഗങ്ങൾക്കും അടിമപ്പെടുന്ന ഈ കാലഘട്ടത്തില് ഹെൽത്തിനുള്ള പ്രാധാന്യത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം DXN കമ്പനിയുടെ വിഷൻ എന്ന് പറയുന്നത് ഹെൽത്ത് ആണ്. 2 ഹെൽത്ത് കിട്ടിക്കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് വെൽത്ത് കിട്ടാനുള്ള അവസരം കൂടി DXN കമ്പനി നമ്മുടെ മുമ്പിൽ വെക്കുകയാണ്. അപ്പൊ ഈ ഹെൽത്തും വെൽത്തും കിട്ടിയാൽ എങ്ങനെയാണ് ഹാപ്പിനെസ് കിട്ടുന്നതെന്ന് നമുക്കറിയാം. അപ്പൊ അങ്ങനെ ഹാപ്പിനെസ്, ലോക രാജ്യങ്ങൾ സന്ദർശിക്കാനും എല്ലാവിധ സൗഭാഗ്യങ്ങളും നേടിത്തരാനും DXN കമ്പനി നമ്മളെ സഹായിക്കുന്നു. അങ്ങനെ നേടിയ ഒരു വ്യക്തിയാണ് ഞാൻ. 2002 DXN വന്ന സമയത്ത് ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചല്ല ഞാൻ ഇതിലേക്ക് വന്നത്. ഇന്ന് ആരോഗ്യം കിട്ടി, അതിലൂടെ സമ്പത്ത് കിട്ടി, അതേപോലെ ലോകത്ത് 22 രാജ്യങ്ങൾ സന്ദർശിക്കാനുള്ള അവസരം കൂടി ഈ കമ്പനി എനിക്ക് തന്നു എന്നുള്ളതാണ്. അപ്പം ഈ 3 കാര്യവും കിട്ടിയ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്കത് അഭിമാനത്തോടു കൂടി, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് എല്ലാവരുടെയും മുമ്പിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതാണ് നമ്മളുടെ കമ്പനിയുടെ വിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഹെൽത്തിലേക്ക് തന്നെ പോകാം. കേരളത്തിന്റെ ഡോക്ടർമാരുടെ അവസ്ഥ ഇതാണെന്ന് പറയുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, പത്രത്തിൽ വന്ന റിപ്പോർട്ടാണ്. കേരളത്തിലെ ഡോക്ടർമാരെ വിരട്ടി ജീവിതശൈലി രോഗങ്ങൾ വരികയാണ്. അപ്പൊ ഓരോ കൊറോണയുടെ രൂപത്തിലായാലും ഏത് തരത്തിലായാലും ഇന്ന് ലോകത്തെ എല്ലാ ഗവൺമെന്റുകളും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും എല്ലാം പറയുന്നു രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാൻ. രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്ന ഉൽപ്പന്നങ്ങൾ കഴിച്ചുകൊണ്ട് എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷ നേടാനാണ് അവർ പറയുന്നത്. അപ്പൊ അവിടെയാണ് ലോകത്തെ നമ്പർ 1 രോഗപ്രതിരോധ ശേഷി കിട്ടാവുന്ന ഉൽപ്പന്നങ്ങളാണ് DXN കമ്പനിയുടേത്. അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ഉൽപ്പന്നങ്ങളൊന്ന് ഗ്യാനോഡർമ എന്ന് പറയുന്ന ഔഷധക്കൂണ്, 2 കോഡിസെപ്സ് എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള മഷ്റൂമാണ്. മറ്റൊന്ന് നോനി, സ്പൈറലിന, അതേപോലെ തന്നെ കുറേയധികം ഉൽപ്പന്നങ്ങൾ നമ്മുടെ ഉണ്ട്. എല്ലാം ലോകത്തെ വേൾഡിലെ നമ്പർ 1 ഉൽപ്പന്നങ്ങളാണ്. അതിലൊന്നാമത്തെ ഉൽപ്പന്നമായ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഡക്റ്റ് ആണ് കിങ് ഓഫ് ഹെർബ്സ്, ഔഷധങ്ങളുടെ രാജാവെന്ന് ശാസ്ത്ര ലോകം പറയുന്ന, മതഗ്രന്ഥങ്ങളിലും വേദഗ്രന്ഥങ്ങളിലും രാജർഷി എന്നും എല്ലാ മതഗ്രന്ഥങ്ങളും പ്രതിപാദിക്കുന്ന ഔഷധങ്ങളുടെ രാജാവ്, കിങ് ഓഫ് ഹെർബ്സ് ആയ ഒരു പ്രോഡക്റ്റ് ആണ്. ഇതാണ് ഏറ്റവും കൂടുതൽ ഇമ്മ്യൂൺ സിസ്റ്റം മോഡുലേറ്റ് ചെയ്യാൻ ലോകത്തുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല പ്രോഡക്റ്റ് ആയിട്ട് ശാസ്ത്ര ലോകം പറയുന്നു. അങ്ങനെയുള്ള ഗ്യാനോഡർമ ചേർന്ന കുറെ ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്.
നമ്മുടെ കമ്പനിയുടെ മെയിൻ പ്രോഡക്റ്റ്. അപ്പൊ അതിൽ ഒന്നാമത്തെ പ്രോഡക്റ്റ് കിങ് ഓഫ് ഹെർബ്, ഔഷധങ്ങളുടെ രാജാവായ ഗ്യാനോഡർമ. അതിന്റെ പ്രത്യേകതയെ കുറിച്ച് നമുക്കറിയാം. ലോകത്ത് ഏറ്റവും കൂടുതൽ ആന്റി ഓക്സിഡന്റ് കപ്പാസിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ്, മഷ്റൂം ആണ് ഗ്യാനോഡർമ. ഈ ഗ്യാനോഡർമയെ കുറിച്ച് നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടത്, ലോകത്തെ 100ഓളം യൂണിവേഴ്സിറ്റികൾ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തു. ആ റിസർച്ച് റിപ്പോർട്ട് പറയുന്നത് ഇതാണ്, ഓരോ മീഡിയയിലും വന്ന റിപ്പോർട്ടാണ് ഇത്. കേരള കർഷകന് വന്ന റിപ്പോർട്ടാണ്. നമ്മുടെ കേരള കാർഷിക സർവകലാശാല ഈ കൂണിനെ കുറിച്ച് പറയുന്നു, മനുഷ്യനെ അമരനാക്കും ഋഷി എന്നാണ് പറയുന്നത്. ഇനി ഇതിന്റെ ഔഷധ ഗുണങ്ങളെ കുറിച്ച് പറയുന്നു. അർബുദം തടയും, അർബുദ രോഗികൾക്ക് നൽകുന്ന കീമോതെറാപ്പിയുടെ പാർശ്വഫലം കുറയ്ക്കും, അർബുദ വേദന ശമിപ്പിക്കും, രക്തത്തിലെ കൊളസ്ട്രോളും അധിക കൊഴുപ്പും കുറയ്ക്കും, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറച്ചുകൊണ്ട് പാൻക്രിയാസ് ഗ്രന്ഥിയുടെ പ്രവർത്തനം പുനഃസ്ഥാപിക്കും. ഇത് കേരള കാർഷിക സർവകലാശാല ഈ മഷ്റൂമിനെ കുറിച്ച് പറയുന്നതാണ്. അപ്പൊ ഇങ്ങനെ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും കറക്റ്റ് ചെയ്യാൻ ഇതിന് കഴിയുമെന്ന് കേരള കാർഷിക സർവകലാശാല പറയുന്നുവെങ്കിൽ ഓരോ റിസർച്ച് റിപ്പോർട്ടും നമ്മളൊന്ന് കാണുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മറ്റൊന്നാണ്, മലയാള മനോരമ പത്രത്തിൽ വന്നതാണ്. ഔഷധ കൂൺ വികസിപ്പിച്ചു എന്നും പറഞ്ഞ് മലയാള മനോരമ പത്രത്തിൽ വന്നു. ഇതേപോലെ മറ്റൊരു റിപ്പോർട്ടാണ് ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ വന്നു, ഗ്യാനോഡർമ ക്യൂവേഴ്സ് ഓൾ ഡിസീസസ്. മനുഷ്യ ശരീരത്തിലെ എല്ലാ രോഗങ്ങളിൽ നിന്നും, മനുഷ്യ ശരീരത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനും സംരക്ഷിക്കാനും, എല്ലാ രോഗങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നേടാനും, ലോകത്ത് ഏറ്റവും കൂടുതൽ രോഗപ്രതിരോധ ശേഷി തരാൻ കഴിയുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഗ്യാനോഡർമയെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ വന്ന റിപ്പോർട്ടാണ്. അതേപോലെ തന്നെ ലണ്ടനിലെ ക്യാൻസർ റിസർച്ച് സെന്ററിൽ നടത്തിയ റിസർച്ച് റിപ്പോർട്ട് പറയുന്നു. അങ്ങനെ ഒത്തിരി റിസർച്ച് റിപ്പോർട്ട് 100ഓളം യൂണിവേഴ്സിറ്റികൾ റിസർച്ച് നടത്തിയിട്ട് പറയുന്നു, ഗ്യാനോഡർമ ഇന്ന് ലോകത്ത് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഔഷധ ഭക്ഷണമാണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ രോഗപ്രതിരോധ ശേഷി കിട്ടുകയും എല്ലാ രോഗങ്ങളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കും, എല്ലാ രോഗങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ ഈ ഗ്യാനോഡർമയ്ക്ക് കഴിയുമെന്ന് ശാസ്ത്രീയമായിട്ട് പറയുന്നു. അപ്പൊ നമ്മളൊന്ന് മനസ്സിലാക്കുക, എന്താണ് ഗ്യാനോഡർമ ചെയ്യുന്ന പ്രവർത്തനം. വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം. ഗ്യാനോഡർമ എന്ന് പറയുന്ന ഈ ഔഷധക്കൂട് ചെയ്യുന്ന പ്രവർത്തനം ഒറ്റ കാര്യമേ ഉള്ളൂ, എടുക്കും, കൊടുക്കും, തടുക്കും. രോഗത്തിന്റെ കാരണങ്ങളെ എടുത്ത് പുറത്തു കളയും. ഒന്നാമത്തെ കാരണം എന്താന്ന് ചോദിച്ചാൽ ഇന്നത്തെ ജീവിത ശൈലിയാണ്, ആഹാര രീതി, ജീവിത രീതി, ജീവിത ശൈലി. അങ്ങനെ ഉള്ളിലേക്ക് വരുന്ന വിഷപദാർത്ഥങ്ങൾ, മാലിന്യങ്ങൾ, ടോക്സിൻ, അത് ശരീരത്തിൽ വന്നിട്ട് ശരീരത്തിന്റെ പ്രവർത്തനത്തിന് തകരാറുണ്ടാക്കുന്നതിനെയാണ് നമ്മൾ രോഗങ്ങൾ എന്ന് വിളിക്കുക. ഉദാഹരണത്തിന് ഒരു ഷുഗർ എന്ന് പറയുന്ന ഒരു ഷുഗർ രോഗി, അദ്ദേഹത്തിന് ഷുഗർ പിടിപെടുന്നത് വർഷങ്ങൾക്ക് മുമ്പായിരിക്കാം. 5-10 വർഷം മുമ്പ് ഷുഗറിന് മരുന്ന് കഴിച്ചു തുടങ്ങുന്നു. അരമുറി ഗുളികയായിരിക്കും ആദ്യം കഴിക്കുക. 1 വർഷമോ 2 വർഷമോ ചെന്നിട്ട് പരിശോധിക്കുമ്പോൾ ഡോക്ടർ അത് ഒന്നാക്കി കൊടുക്കും. നമ്മുടെ വിചാരം എന്താണ്? രോഗം കുറഞ്ഞു വരികയാണെന്ന്. ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കുക, അരമുറി ഗുളിക കഴിക്കുന്നിടത്ത് 1 ഗുളിക ആക്കിയാൽ തന്നെ രോഗം ഇരട്ടിയായി എന്നാണ്. ഭാവിയിൽ അത് ഭയങ്കരമായ മാരകമായ അവസ്ഥയിലേക്ക് പോകുമെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. പക്ഷെ നമ്മുടെ ഈ പ്രോഡക്റ്റ് കഴിച്ചാൽ കിഡ്നിയെ സംരക്ഷിക്കും, കരളിനെ സംരക്ഷിക്കും, ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും സംരക്ഷിച്ചുകൊണ്ട് ശരീരത്തിലേക്ക് വരുന്ന മാലിന്യങ്ങളെ പുറത്തു കളയുന്നു. അതാണ് എടുക്കും. എല്ലാ തരത്തിലുള്ള മാലിന്യങ്ങളെ എടുത്ത് പുറത്തു കളയുന്നു. അതാണ് ഗ്യാനോഡർമ ഒന്നാമത് ചെയ്യുന്ന പ്രവർത്തനമെങ്കിൽ, രണ്ടാമത് ചെയ്യുന്ന പ്രവർത്തനം നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ പോഷക ഘടകങ്ങളെയും പ്രദാനം ചെയ്തുകൊണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ഔഷധ പോഷക ഘടകങ്ങൾ അടങ്ങിയ 400-ൽ പരം ഔഷധ പോഷക ഘടകങ്ങൾ അടങ്ങിയ ഒരു ദിവ്യ ഭക്ഷണമാണ് ഗ്യാനോഡർമ. ഇത് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന എല്ലാ പോഷകങ്ങളും കിട്ടുകയും ശരീരത്തിലേക്ക് രോഗം വരാതെ തടുക്കുകയാണ് ഗ്യാനോഡർമ ചെയ്യുന്നത്. അപ്പൊ ഗ്യാനോഡർമ ചെയ്യുന്ന പ്രവർത്തനം വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ ഒന്നുകൂടെ പറയാം. എടുക്കും, കൊടുക്കും, തടുക്കും. ഇതാണ് ഗ്യാനോഡർമ ചെയ്യുന്ന പ്രവർത്തനം. ഉള്ളിലേക്ക് വരുന്ന രോഗകാരണങ്ങളെ മാറ്റി രോഗങ്ങൾ വരാതെ സംരക്ഷിക്കുന്ന ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല ഔഷധ ഭക്ഷണമാണ് ഗ്യാനോഡർമ. ഇതാണ് ഇതിനെക്കുറിച്ച് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഗ്യാനോഡർമയുടെ പ്രവർത്തനം വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞതാണ്. അടുത്തത് നമ്മുടെ പ്രോഡക്റ്റുകളാണ്. ഗ്യാനോഡർമയായിട്ട് കഴിക്കാം. അതല്ലാതെ ചായയുടെ രൂപത്തില്, കാപ്പിയുടെ രൂപത്തില്, കുറെ ഉൽപ്പന്നങ്ങളുടെ രൂപത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് കഴിക്കാം. ദൈനംദിനം നമ്മൾ ഉപയോഗിക്കുന്ന ചായ, ആ ചായയിൽ ഗ്യാനോഡർമ മിക്സ് ചെയ്ത് DXN കമ്പനി നമുക്ക് തരുന്നു. ഒരു ചായ കുടിക്കുന്നതിന് 1.5 രൂപയെ ചെലവ് വരുന്നുള്ളൂ. അങ്ങനെയുള്ള ഒരു മഹത്തായ ഉൽപ്പന്നം. ഡെയിലി നമ്മൾ രാവിലെയും വൈകിട്ട് ഓരോ ചായ കുടിച്ചാൽ 3 രൂപയുടെ ചായ ഉള്ളിൽ ചെന്നാൽ മതി. അടുത്തത് ടീ ലാറ്റെ, നമ്മുടെ
ഗാനോഡർമ ചേർന്ന മറ്റൊരു ഉൽപ്പന്നമാണ് ടീ ലാറ്റെ. അതേപോലെ 3 തരത്തിലുള്ള ഡിപ് ടീ ഉണ്ട്. ഒന്ന് മസാല ടീ, ഗ്രീൻ ടീ, അതേപോലെ തന്നെ ഇത് 3ഉം ഡിപ് ടീ ആണ്. മറ്റൊന്ന് ലെമൺ ഷീ. ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാവരും കഴിച്ചിരിക്കേണ്ട, വീടുകളിലെ കളർ കലക്കി വെള്ളം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന അമ്മമാരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏറ്റവും നല്ല ഹെൽത്ത് ഡ്രിങ്ക് ഗാനോഡർമ ചേർന്ന ലെമൺ ഷീ, അതേപോലെ LSPT. ഇങ്ങനെ ചായയുടെ രൂപത്തിൽ ഗാനോഡർമ ചേർന്ന ചായയുടെ ഉൽപ്പന്നങ്ങളാണ് ഇത്രയെണ്ണം. ഇത് ദൈനംദിനം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക. അടുത്തത് കോഫിയാണ്. ഗാനോഡർമ ചേർന്ന കോഫി ഷിമോക്കോ 2, വൈറ്റ് കോഫി ഷിനോ 3 2 in 1, 4 3 in 1. അതേപോലെ തന്നെ 5ാമത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു ഹെൽത്ത് ഡ്രിങ്ക് കൊക്കോഷി. ഇങ്ങനെ വിവിധങ്ങളായ വളരെ അമൂല്യങ്ങളായ ഒത്തിരി പ്രോഡക്റ്റുകളുള്ള ഒരു കമ്പനിയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നതാണ്, ഈ ഗാനോഡർമയായിട്ട് കഴിക്കണമെങ്കിൽ ക്യാപ്സൂൾ ഫോമിലാണ് നമുക്ക് തരുന്നത്. RGGL 3 ആഴ്ച പ്രായമായ കൂണ്, അതിന്റെ ക്യാപ്സൂൾ ഫോമാണ് GL എങ്കിൽ 3 മാസം പ്രായമായ കൂണിന്റെ കൊടയുടെ ഭാഗമാണ് RG എന്ന് പറയുന്നത്. അപ്പൊ ഇത് ജോഡിയായിട്ടാണ് നമ്മൾ കഴിക്കുക. മിനിമം 10 ജോഡി കഴിക്കാൻ ഭാഗ്യം കിട്ടിയവരായി നിങ്ങൾ ഓരോരുത്തരും മാറുക. 10 ജോഡി RGGL കഴിച്ചാൽ നമുക്ക് ഒരു രോഗത്തിനെയും പേടിക്കാതെ ആരോഗ്യത്തോടു കൂടി എവിടെയും പോവാം, എങ്ങനെയും സഞ്ചരിക്കാം. ഒരു കോവിഡിനെ നമുക്ക് പേടിക്കേണ്ടി വരില്ല. അങ്ങനെ കഴിക്കാൻ പറ്റിയ ഗാനോഡർമയുടെ 100% അടങ്ങിയ പ്രോഡക്റ്റ് ആണ് RGGL. അതേപോലെ പേഴ്സണൽ കെയർ പ്രോഡക്റ്റ് ഉണ്ട്, പേസ്റ്റ് ഉണ്ട്, സോപ്പ് ഉണ്ട്, ഷാമ്പു ഉണ്ട്, TTC ഉണ്ട്, ചബി ഓയിൽ ഉണ്ട്, മസാജ് ഓയിൽ ഉണ്ട്. ഇതെല്ലാം നമ്മുടെ പേഴ്സണൽ കെയർ പ്രോഡക്റ്റുകളാണ്. ഗാനോഡർമ ചേർന്ന പ്രോഡക്റ്റുകളാണ് പ്രധാനമായും. അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഉൽപ്പന്നമാണ് കോഡിസെപ്സ് എന്ന് പറയുന്ന വളരെ വിലപിടിപ്പ്, ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള ഹിമാലയത്തിനെ പറയുന്ന വയാഗ്ര എന്നാണ് നമ്മുടെ പുരാണങ്ങളിലും അതേപോലെ ചരിത്രപരമായിട്ട് ഇതിനെ സൂചിപ്പിക്കുന്നത് വയാഗ്ര എന്നാണ്. അപ്പൊ ഈ വയാഗ്ര എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള കോഡിസെപ്സ് ആണ് മറ്റൊരു ഉൽപ്പന്നം. അതിന്റെ കോഡിസെപ്സ് കോഫി ഉണ്ട്, കോഡിസെപ്സിന്റെ സെറിലുണ്ട്. ഇത് കഴിച്ച് വെറും രാവിലെയും വൈകിട്ടും ഇത് കഴിക്കാമെന്നുണ്ടെങ്കിൽ ഭയങ്കര എനർജി ആയിരിക്കും. അതേപോലെ യൂത്ത്ഫുൾനെസ് ആയിരിക്കും നമുക്ക് എപ്പോഴും. അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. പിന്നെ കറ്റാർ വാഴയിൽ നിന്ന് എടുക്കുന്ന ബോഡി ലോഷൻ ഉണ്ട്, ക്ലെൻസർ ഉണ്ട്. പിന്നെ വളരെ പ്രാധാന്യമുള്ള മറ്റ് 2 പ്രോഡക്റ്റ് ആണ്. അതിലൊന്ന് നോനി എന്ന് പറയുന്ന പഴത്തിന്റെ ചാറാണ്. ഇതിന്റെ പ്രത്യേകത സ്ത്രീകളുടെ കൂട്ടുകാരി എന്നും കുട്ടികളുടെ ഉത്തമ സുഹൃത്തെന്നും പുരുഷന്മാരെ സംബന്ധിച്ച് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു പ്രകൃതി ദത്തമായ വേദന സംഹാരി കൂടിയാണ് നോനി. അപ്പൊ ഈ നോണിയുടെ പ്രത്യേകത ഒത്തിരി ഉണ്ട്. സമയക്കുറവുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. വളരെ പ്രാധാന്യമുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. പിന്നെ അതിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള മറ്റൊരു വൈറ്റമിൻ സി എന്നാണ് ഇപ്പോഴത്തെ ചർച്ചയിൽ ഒന്നാമത് വരുന്നത്. ആ വൈറ്റമിൻ സി ലോകത്ത് ഏറ്റവും കൂടുതലുള്ള നമ്മുടെ ഒരു ഉൽപ്പന്നമാണ് റോസില്ല ഫ്രൂട്ട് ജ്യൂസ്. അതിന്റെ പ്രത്യേകത ഒന്ന് നോക്കുക. ആന്റി ഇൻഫ്ലമേറ്ററി ആണ്, ആന്റി ബാക്ടീരിയ ആണ്, അതേപോലെ വൈറ്റമിൻ സിയുടെ കലവറയാണ്. ഡൈജഷനെ സഹായിക്കുന്ന, വെയിറ്റ് കുറയ്ക്കാൻ ഉപയോഗിക്കുന്നു. അതേപോലെ ആന്റി ക്യാൻസർ ആണ്, ലിവർ പ്രൊട്ടക്ടർ ആണ്. അങ്ങനെ ഒത്തിരി പ്രത്യേകതയുള്ള മറ്റൊരു പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഇത്രയും പ്രോഡക്റ്റുകളാണ് പ്രധാനമായിട്ടുള്ളത്. ഇനി നമുക്ക് കാണേണ്ടത് ലോകാരോഗ്യ സംഘടന സൂപ്പർ ഫുഡ് എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു ഉൽപ്പന്നം കൂടി DXN കമ്പനിക്ക് ഉണ്ട്. ലോകാരോഗ്യ സംഘടന ഒരു ഫുഡിനെ സൂപ്പർ ഫുഡായിട്ട് പ്രഖ്യാപിക്കണമെങ്കിൽ ആ പ്രോഡക്റ്റിന്റെ പ്രത്യേകത എത്രമാത്രം ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കുക. അവർ പറയുന്നത് WHO ഹെയിൽഡ് സ്പൈറലിനെ ആസ് എ ഗ്രേറ്റസ്റ്റ് ഫുഡ് ഓൺ എർത്ത്. ഭൂമിയിലുള്ളതിൽ വെച്ച് ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഫുഡാണ് സ്പൈറലിന എന്ന് പറയുന്നു. അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഇതൊരു വെണ്ണപ്പായലിൽ നിന്ന് എടുക്കുന്നതാണ്. ഇതിന്റെ പ്രത്യേകത 60% പ്രോട്ടീനാണ്. അത് ഈസിലി ഡൈജസ്റ്റബിൾ ആണ്, കൊളസ്ട്രോൾ ഫ്രീ ആണ്. മറ്റുള്ള എന്ത് പ്രശ്നമുള്ളവരും ദയവ് ചെയ്ത് ഇത് നിർബന്ധമായിട്ടും കഴിക്കേണ്ട ഉൽപ്പന്നമാണ്. ഇതിനെക്കുറിച്ച് പാകിസ്ഥാനിലെ ബെസ്റ്റ് ഫുഡ് ആയിട്ട് DXN സ്പൈറലിനെ പ്രഖ്യാപിച്ചു. 1 ഗ്രാം സ്പൈറലിനെ കഴിച്ചാൽ ഇത്രയധികം
ആഹാരങ്ങൾ കഴിച്ചാൽ കിട്ടുന്ന അത്ര പോഷക ഘടകങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ സൂപ്പർ ഫുഡ് എന്ന് ശാസ്ത്ര ലോകവും പറയുന്നത്. അത് നമ്മുടെ ജനങ്ങളെ ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. കഴിഞ്ഞിടയ്ക്ക് വന്ന ഒരു റിപ്പോർട്ടാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കുളത്തിൽ പോലും നിധി ശേഖരം എന്നും പറഞ്ഞ് വന്നത് സ്പൈറലിനെ കുറിച്ചാണ്. അപ്പൊ സ്പൈറലിനയുടെ പ്രാധാന്യം എത്രമാത്രം ഉണ്ടെന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ അത്രയധികം പണ്ട് മുതലേ ആൾക്കാർ ഉപയോഗിക്കുകയും ശാസ്ത്രലോകം വളരെ പ്രാധാന്യത്തോടു കൂടി കാണുകയും ഈ കോവിഡ് കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ട ഒരു ഉൽപ്പന്നമാണ് സ്പൈറുലിന. ഇതിനെക്കുറിച്ച് മലയാള മനോരമയിൽ വന്ന റിപ്പോർട്ടാണ് സ്പൈറുലിനയുടെ കരുത്ത് ആരെയും അമ്പരപ്പെടുത്തും. 1 കിലോ സ്പൈ 1000 കിലോ വിവിധങ്ങളായ പച്ചക്കറി കഴിക്കുന്നതിന് തുല്യമാണെന്ന് പറയുന്നു. അപ്പൊ അത്രമാത്രം പ്രാധാന്യമുള്ള ഒത്തിരി നാസ പറയുന്നു ബഹിരാകാശത്ത് പോകുന്ന ആൾക്കാർ ഇതാണ് കൊണ്ടുപോകുന്നത് ആഹാരമായിട്ട്. അങ്ങനെ കഴിക്കാൻ പറ്റിയ, കഴിച്ചിരിക്കേണ്ട, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട, നിർബന്ധമായും എല്ലാവരും കഴിച്ചിരിക്കേണ്ട, കട്ടില് തൊട്ട് തൊട്ടില് വരെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫുഡാണ്, സൂപ്പർ ഫുഡാണ് സ്പൈറുലിന. ഇതിനെക്കുറിച്ച് കഴിഞ്ഞിടയ്ക്ക് വന്ന ഒരു റിപ്പോർട്ടാണ് പ്രതിരോധ ശേഷിക്ക് പായൽ. പോഷകാഹാരക്കുറവിനും പ്രതിരോധ ശേഷിക്കുറവിനും പരിഹാരമായി ലോകമെങ്ങും ഉപയോഗിക്കുന്ന സ്പൈറുലിന ഐക്യരാഷ്ട്ര സംഘടന എല്ലാ ഗവൺമെന്റുകളോട് റെക്കമെൻഡ് ചെയ്തു. കേരളത്തിലെ ചീഫ് സെക്രട്ടറിയോട് റെക്കമെൻഡ് ചെയ്യുന്നതിന്റെ റിപ്പോർട്ടാണിത്. അപ്പൊ ലോക ആരോഗ്യ സംഘടന റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫുഡിന്റെ മാർക്കറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് നമ്മളെന്നും ആ പ്രോഡക്റ്റിന് അത്രമാത്രം പ്രാധാന്യമുണ്ടെന്നും പബ്ലിക്കിലേക്ക് എത്തിക്കാൻ ഓരോരുത്തരും സടകുടഞ്ഞ് എഴുന്നേക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. DXM പ്രവർത്തകര്, മെമ്പർമാര് സജീവമായിട്ട് ഇറങ്ങി ഈ ഒരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഓരോരുത്തരും തയ്യാറായാൽ നമുക്ക് കിട്ടുന്നത് 2 ഗുണമാണ്. 1 പുണ്യം കിട്ടും, 2 പണം കിട്ടും. ഇങ്ങനെ നമ്മുടെ കൂടെ വരുന്നവർക്കും ഹെൽത്ത് കിട്ടും, വെൽത്ത് കിട്ടും. അങ്ങനെ സന്തോഷം നേടിത്തരുന്ന നല്ലൊരു പ്രോഡക്റ്റ് ആണ് സ്പൈറുലിന. ഞാൻ മുമ്പേ പറഞ്ഞു, കുഞ്ഞു തൊട്ട് കട്ടില് തൊട്ടില് വരെ എല്ലാവരും ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ്. സ്വന്തം അമ്മ കുഞ്ഞിന് സ്പൈറുലിന വെച്ച് കൊടുക്കുന്നു, പൊടി കുഞ്ഞിന്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു ഫുഡാണ്. ലോകാരോഗ്യ സംഘടന 5 വർഷം ടോക്സിക്കോളജി സ്റ്റഡി നടത്തിയിട്ട് യാതൊരുവിധ ടോക്സിനും ഇല്ലെന്ന് തെളിയിച്ച ലോകത്തെ ഏറ്റവും സേഫ് ആയിട്ട് ആർക്കും, കുഞ്ഞുങ്ങൾക്കും എല്ലാം കൊടുക്കാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് ആണ് സ്പൈറുലിന. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, നല്ലൊരു കമ്പനി, നല്ലൊരു ലോകത്തെ അത്യുന്നതങ്ങളായ കുറെ പ്രോഡക്റ്റുകൾ ഇത് റെക്കമെൻഡ് ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഉയരങ്ങളിലേക്ക് എത്താനുള്ള അവസരമാണ് DXM കമ്പനി നമ്മുടെ മുമ്പിൽ വെൽക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഈ ഒരു മഹാപ്രസ്ഥാനത്തിലേക്ക് വരാനും ഇതിലൂടെ വിജയത്തിലേക്ക് എത്താനും എല്ലാവർക്കും കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരനുഭവം കൂടെ കാണിച്ചുകൊണ്ട്, നമ്മുടെ ഹരിപ്പാടുള്ള ഒരു സൈനിക മേഡമാണ്. കഴിഞ്ഞ 1.5 വർഷമായിട്ട് ആക്സിഡന്റ് പറ്റിയിട്ട് നട്ടലിന് ക്ഷതം സംഭവിച്ച് ഒരേ കിടപ്പ് കിടന്നുകൊണ്ട് അവർ ഏറ്റവും നല്ല സ്റ്റാർ ഏജന്റായി മാറുന്നു. ഒന്ന് ആലോചിച്ചിട്ട് നോക്കുക. നട്ടലിന് പൊട്ടി അല്ലെങ്കിൽ നട്ടലിന് ആഘാതമേറ്റിട്ട് 1.5 വർഷം തളർന്നു കിടന്ന, അല്ലെങ്കിൽ ആ കിടപ്പിൽ കിടന്നുകൊണ്ട് തന്നെ DXL പ്രവർത്തിച്ച് അദ്ദേഹം ഏറ്റവും നല്ല സ്റ്റാർ ഏജന്റ് ആയെങ്കിൽ കഴിഞ്ഞ മാസം അദ്ദേഹം ഏറ്റവും നല്ല സ്റ്റാർ റൂബി ആയിട്ട് മാറുന്ന അവസ്ഥയാണ്. അപ്പൊ ഒരാൾ കിടന്നുകൊണ്ട് DXL വിജയിക്കാൻ പറ്റുമെന്ന് തെളിയിച്ച മേഡം ഷറഫുദ്ദീൻ സാറിന്റെ ഏറ്റവും നല്ല സ്റ്റാർ ഏജന്റും ഏറ്റവും നല്ല റൂബിക്കുമുള്ള അവാർഡ് ഏറ്റുവാങ്ങുന്ന ഒരു സാധാരണ വീട്ടമ്മ. അങ്ങനെ ലോകത്തുള്ള എല്ലാവർക്കും ആരോഗ്യവും അതിലൂടെ സമ്പത്തും കിട്ടുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് DXL എന്ന് മനസ്സിലാക്കി എന്റെ പുത്തൻ കൂട്ടുകാര്, നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഇതിനെക്കുറിച്ച് പഠിക്കുക. വളരെ ചുരുങ്ങിയ സമയമാണ് എനിക്ക് കിട്ടിയ, ആ സമയം കൊണ്ട് ഞാൻ ക്ലോസ് ചെയ്യുകയാണ്. അങ്ങനെ കിട്ടിയ ഈ ഒരു അവസരം പഠിക്കാനും പഠിച്ച് മനസ്സിലാക്കാനും, ഇതിനെക്കുറിച്ച് ആരും എന്ത് പറഞ്ഞാലും അറിയാവുന്നവരോട് മാത്രം ചോദിക്കുക. അറിയാൻ വയ്യാത്തവർ അഭിപ്രായം പറയുന്നത് കേട്ടിട്ട് കളഞ്ഞിട്ട് പോകരുത്. അങ്ങനെ കളഞ്ഞിട്ട് പോകാതെ പഠിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെട്ട് ചെയ്താൽ നമ്മുടെ ജീവിതം സേഫ് ആകുന്ന ഒരു ബിസിനസ്, ഹെൽത്തും വെൽത്തും ഹാപ്പിനെസ്സും ലോകത്തിന് പ്രദാനം ചെയ്യാൻ പറ്റുന്ന, ലോകത്ത് കിട്ടിയ ഏറ്റവും നല്ല ഒരു അവസരമാണ് DXL എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എനിക്ക് ഈ അവസരം തന്ന DXL കമ്പനിയുടെ മാനേജ്മെന്റ്, അതേപോലെ സലീം സാറ് വളരെ അദ്ദേഹത്തിന്റെ പ്രോഗ്രാമിൽ എനിക്കൊരു അവസരം തന്നു. അതേപോലെ എല്ലാ ലീഡേഴ്സിനും, എന്റെ എല്ലാ ടീം മെമ്പേഴ്സിനും, ലോക DXLനും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ മഹാപ്രസ്ഥാനത്തിലേക്ക് എനിക്ക് വന്ന് ഇങ്ങനെയൊക്കെ വിജയിക്കാൻ പറ്റിയതിൽ ഞാൻ എല്ലാവർക്കും നന്ദി പറയുകയും എല്ലാവർക്കും അത് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് DXL. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച് ദിലീപ് സാർ. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച് സാർ.
ദിലീപ് സാർ, നമുക്ക് വ്യക്തമായിട്ട് DXN കമ്പനി എന്താണ്, DXന്റെ പ്രൊഡക്ട്സ് എന്താണ് എന്ന കാര്യങ്ങൾ, അതിന്റെ യൂസേജ് എന്താണ്, നമ്മൾ ഓരോ വ്യക്തികളും എങ്ങനെയായിരിക്കണം DXNൽ മുന്നോട്ടേക്ക് പോകണം എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തന്നു. സോ നമ്മുടെ ഈ ഒരു മീറ്റിംഗ് കേൾക്കുന്ന പുതിയ കൂട്ടുകാർ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഓരോരുത്തരും ഇനീഷ്യലി ഒരു കൺസ്യൂമർ ആയിട്ട് മാറണം. നമ്മൾ ആദ്യം നമ്മുടെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുക, അതിന്റെ ആ ഒരു ബെനിഫിറ്റ്സ് നമ്മളായിട്ട് തന്നെ മനസ്സിലാക്കുക, എന്നിട്ട് നമ്മൾ തന്നെ ആ ബെനിഫിറ്റ്സ് ഷെയർ ചെയ്യുക. കാരണം നമ്മുടെ കമ്പനിയുടെ എല്ലാ ലീഡേഴ്സും എപ്പോഴും പറയുന്ന കാര്യമാണ്, എസ്പെഷ്യലി ദിലീപ് സർ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മുടെ കമ്പനിയുടെ ഐശ്വര്യ റായും സച്ചിൻ തെണ്ടുൽക്കറും ഒക്കെ ആരാണ്? നമ്മൾ തന്നെയാണ്. സോ നമ്മൾ അത് ഉപയോഗിച്ച് നമുക്ക് കിട്ടിയ ബെനിഫിറ്റ്സ് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ അവരെ സഹായിക്കുകയും, ഈ പറഞ്ഞതുപോലെ ഫിനാൻഷ്യലി സാമ്പത്തികമായിട്ട് പെർഫോർട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് ജീവിതത്തിലേക്കുള്ള ഒരു പുതിയ മാർഗമാണ് DXN വഴി നമ്മൾ മുന്നോട്ട് വെച്ചു കൊടുക്കുന്നത്. സോ അതിനുവേണ്ടി എല്ലാവരും പരിശ്രമിക്കുക, പ്രയത്നിക്കുക. നിങ്ങൾക്കും ഈ ഒരു പുണ്യപ്രവൃത്തിയുടെ ഭാഗമാവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നമ്മുടെ അടുത്ത പ്രധാനപ്പെട്ട സെഷൻ, നമ്മൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ ഫേവറേറ്റ് സെഷൻ, നമ്മുടെ സലീം സാർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ സലീം സാർ ഹലോ. Okay, Salim sir, join you. Salim sir, carry on sir. The mic and screen is yours sir, please. Thank you so much, Shyam. Thank you so much, Dilip bhai. Thank you sir. Thank you. Presentation വളരെ നല്ലൊരു presentation ആയിരുന്നു. Thank you so much, രാഹുൽ, ഇൻവൈറ്റ് ചെയ്തതിന്. ഈ ഉത്സവത്തിന്റെ ഒരു ഭാഗമാകാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷിക്കുന്നു. നമസ്തേ, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. സത്യത്തിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഞാൻ DXNലൊരു മലയാളത്തിൽ സംസാരിക്കുന്നത്. ആദ്യമോ അല്ലെങ്കിൽ ഒരു രണ്ടാമത്തെയോ മൂന്നാമത്തെയോ പ്രാവശ്യമായിരിക്കും DXN കേരളയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ ഒരു അവസരം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഹാപ്പിയാണ്. ഞാൻ ഇന്നലെ ദുബായിൽ നിന്ന് ഇവിടെ എത്തി, കണ്ണൂരെത്തി, ക്വാറന്റൈൻ തുടങ്ങിയിട്ടാണുള്ളത്. സിറാജ് ഭായ് നമസ്കാരം. സോ സത്യത്തില് ഈ മീറ്റിംഗ് ഞാൻ കാണുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുന്നത് എൻ്റെ ഒരു പഴയ കാലമായിരുന്നു. കാരണം ഞാനിപ്പം DXNൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 15 കൊല്ലത്തോളമായി. 15 കൊല്ലമായി ഈ ഒരു മഹാപ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് ഞാൻ. അപ്പം ഞാൻ ഈ കേരളത്തിൽ തന്നെ പഠിച്ചു വളർന്ന് പിന്നെ എല്ലാരെയും പോലെ ദുബായിൽ ജോലി അന്വേഷിച്ചു പോയ ഒരു സാധാരണക്കാരനായ ഒരാളാണ്. അപ്പം ഞാൻ എന്നെ പറ്റി തന്നെ പറയാം. എൻ്റെ ജീവിതത്തെ പറ്റിയും എൻ്റെ DXNുമായിട്ടുള്ള റിലേഷനെ പറ്റിയിട്ടുമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതെന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ, ഞാനും ഒരു വളരെ ശരാശരി ഒരു മലയാളിയാണ്. എല്ലാ മലയാളികൾക്കും ഈ ഡയറക്റ്റ് സെല്ലിങ്ങിനെ പറ്റിയിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു ധാരണയുണ്ട് മനസ്സിൽ. ഇപ്പം ദിലീപ് ഭായ് പറയുന്നുണ്ടായിരുന്നു കുറെ പുതിയ ആൾക്കാരൊക്കെ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ടാവും. അപ്പം പുതിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പുതിയ ആൾക്കാർ ഇങ്ങനെ കുറെ പേര് വിചാരിക്കുന്നുണ്ടാവും ഇതെന്തൊരു സംഭവമാണ്, ഇത് ആട്, തേക്ക്, മാഞ്ചിയം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് അതുപോലത്തെ ഒരു സംഭവം ആണോ? അത്ഭുത മരുന്നുകളെ പറ്റിയിട്ടും പണം ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ടും ഒക്കെ പറയുന്നു. ഇതൊക്കെ ഞങ്ങൾ കേട്ടിട്ടുള്ളതാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു വിചാരമുള്ള ഒരു ശരാശരി മലയാളി ആയിരുന്നു ഞാനും. 15 കൊല്ലം മുമ്പ് ഗൾഫിലേക്ക് ജോലി തേടി പോകുന്നതിന് മുമ്പ് ഞാൻ ആദ്യമായിട്ട് ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയുടെ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത്, ഞാൻ പണ്ട് MBAക്ക് കൊച്ചിയിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം ആ സമയത്ത് ഞങ്ങൾ സ്റ്റുഡൻസ് കഴിക്കുന്ന ക്യാൻറ്റീനിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, പിന്നെ ഞങ്ങളുടെ ഒരു മീറ്റിംഗ് ഉണ്ട്, ഞങ്ങളുടെ കമ്പനിയുടെ ഒരു മീറ്റിംഗ് ഉണ്ട് ഇന്ന് രാത്രി, നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഫ്രീ ഡിന്നർ കിട്ടും എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഫ്രീ ഡിന്നർ കിട്ടാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫ്രീ ഡിന്നർ കിട്ടാൻ വേണ്ടി ആ കമ്പനിയുടെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയി. അത് അന്ന് DXN അല്ല കേട്ടോ, മറ്റൊരു കമ്പനി. അപ്പൊ ആ കമ്പനിയുടെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സത്യത്തിൽ ഒരു പുതിയൊരു സംഭവമാണ്. ഞങ്ങൾ അന്ന് മാനേജ്മെന്റ് സ്റ്റുഡൻസ് ആയിരുന്നു. ഞങ്ങൾ അതുവരെ കേൾക്കാത്ത ഒരു സംഭവമായിരുന്നു അന്ന് കേട്ടത്, ഏകദേശം ഒരു 10-20 കൊല്ലം മുമ്പ്. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, ഇത് നല്ലൊരു പരിപാടിയാണല്ലോ, നമ്മൾ എന്തായാലും പൈസ ഉണ്ടാക്കണം, പണം ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശമാണ്. അപ്പം ഈ കമ്പനിയുമായിട്ട് ജോയിൻ ചെയ്ത് വർക്ക് ചെയ്താൽ നമുക്ക് പണം ഉണ്ടാക്കാൻ പറ്റുമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പം തന്നെയാണ് എൻ്റെ ഒരു വളരെ അടുത്ത ഒരു ഫ്രണ്ട് പറയുന്നത്, എൻ്റെ നെയ്ബർ, എൻ്റെ അയൽപ്പക്കത്തുള്ള ഒരാൾ ഈ കമ്പനിയുടെ പ്രൊഡക്ട്സ് വാങ്ങി, പക്ഷെ ഒരു ഉപകാരവും ഇല്ലാത്ത പ്രൊഡക്റ്റാണ്, പൈസ മുഴുവൻ പോയി, അങ്ങനെ വെറുതെ ഇട്ടിരിക്കുകയാണ്.
ഇത് കേട്ടതോടെ ഈ കമ്പനിയോടും ഈ ഇൻഡസ്ട്രിയോടും ഞാൻ എൻ്റെ മനസ്സിൽ അതിനെപ്പറ്റി ചിന്തിച്ച് അതൊക്കെ ഞാൻ അങ്ങ് ഒഴിവാക്കി. അതിനുശേഷം MBA ഒക്കെ കഴിഞ്ഞ് ഞാൻ ഗൾഫിൽ പോയി. ഗൾഫിൽ ദുബായിൽ ഒരു ജോലി നോക്കിയിട്ട് പോയതാണ്, വിസിറ്റിംഗ് വിസയിൽ പോയതാണ്. ആ സമയത്ത് എൻ്റെ പണ്ട് മുതലുള്ള ഒരു ഫ്രണ്ട് അവിടെ DXN എന്ന് പറഞ്ഞ ഒരു മലേഷ്യൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. പുള്ളി അവിടുത്തെ ഹെഡായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം എല്ലാവരും നമ്മളിപ്പോൾ ദുബായിലൊക്കെ പോയാൽ പരിചയമുള്ള ആൾക്കാരോടൊക്കെ ജോലി വല്ല വേക്കൻസി ഉണ്ടോ എന്ന് വിളിച്ച് ചോദിക്കുന്നത് പോലെ ഞാൻ ജിജിത്തിനെ വിളിച്ച്, എൻ്റെ കൂട്ടുകാരനായ ജിജിത്തിനെ വിളിച്ച് ചോദിച്ചു വല്ല വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ജിത്ത് പറഞ്ഞു ഓക്കെ വന്നോളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവിടെ പോയി, അവിടെ ജോലിയും കിട്ടി. അപ്പൊ ജോലി ആ ഇന്റർവ്യൂവിന്റെ സമയത്തൊക്കെയാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇതൊരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് ഈ DXN എന്ന് പറയുന്നത്. വീണ്ടും മനസ്സിലും മറ്റേ ആ ഒരു കൺഫ്യൂഷൻ വരാൻ തുടങ്ങി. അതായത് ഈ കമ്പനിയുടെ സ്ഥിതി എന്താവും, കുറച്ച് നാള് വർക്ക് ചെയ്ത് കഴിഞ്ഞ് ഈ കമ്പനി അടച്ചു പൂട്ടുവോ, അതായത് എൻ്റെ ഭാവി എന്താവും, ഇതൊക്കെ ഒരു ചിന്ത മനസ്സിൽ വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ദുബായിൽ ഒരു ജോലി അന്വേഷിച്ച് പോകുമ്പം ആദ്യം ചോദിക്കുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ എന്നാണ്. പിന്നെ ചോദിക്കുന്നത് ദുബായിൽ ഇതിനു മുമ്പ് വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടോ എന്നാണ്. ഈ 2 ചോദ്യങ്ങളാണ് ചോദിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, DXN ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ്, അധിക നാളൊന്നും ഇത് പോകാൻ പോകുന്നില്ല. അപ്പം ഞാനൊന്ന് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്തിട്ട് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണമെങ്കിൽ അവിടുത്തെ വിസ വേണം, ഒരു കമ്പനിയുടെ വിസ വേണം. അപ്പൊ DXNന്റെ വിസ എനിക്കുണ്ട്, ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാം. അതിനുശേഷം എക്സ്പീരിയൻസും ആകും, ഒരു 1-2 കൊല്ലം എക്സ്പീരിയൻസ് ആക്കി ഉടൻ തന്നെ അടുത്ത കമ്പനിയിലേക്ക് മാറാം. ഇതായിരുന്നു എൻ്റെ ചിന്ത ഞാൻ DXNൽ ജോയിൻ ചെയ്യുമ്പോൾ. അങ്ങനെ ജോയിൻ ചെയ്ത ഞാൻ ഈ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 2 കൊല്ലം കഴിഞ്ഞിട്ട് വിട്ടുപോവുകയാണെങ്കിൽ പോലും നമ്മൾ ആ കമ്പനിയെ പറ്റി ഒന്ന് പഠിക്കണമല്ലോ. അങ്ങനെയാണ് ഞാൻ ഈ കമ്പനിയെ പറ്റി പഠിക്കാൻ തുടങ്ങിയത്. അപ്പം ആദ്യം എന്നെ സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ കമ്പനി തുടങ്ങിയത് IIT ഖരഗ്പൂരിൽ പഠിച്ചിറങ്ങിയ ഒരു മലേഷ്യൻ വ്യക്തിയാണ്. IIT ഖരഗ്പൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ +2 പഠിച്ചുകൊണ്ടിരുന്ന കാലം മുതലേ ഒരു ബാലി കേറാ മലയായിരുന്നു ഈ IIT ഖരഗ്പൂർ എന്ന് പറഞ്ഞത്. അതായത് IIT എന്ന് പറഞ്ഞാൽ തന്നെ ഒരു എബോവ് ആവറേജ് സ്റ്റുഡൻസിന് പോലും അവിടെ അഡ്മിഷൻ കിട്ടില്ല. IITകളിൽ പല IITs ഉണ്ട്, അവിടെ എബോവ് ആവറേജ് സ്റ്റുഡൻസിന് പോലും അവിടെ അഡ്മിഷൻ കിട്ടില്ല. മോസ്റ്റ് ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് മാത്രമേ അവിടുത്തെ പ്രവേശന പരീക്ഷ ക്ലിയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. IITകളുടെ കാര്യം അതാണ്. ഈ IITകളിൽ തന്നെ ഏറ്റവും മികച്ച IIT ആണ് IIT ഖരഗ്പൂർ. അതായത് വേൾഡിലെ തന്നെ ലോകത്തിലെ 1 ഓഫ് ദ ബെസ്റ്റ് എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ അതാണ് IIT ഖരഗ്പൂർ. ഈ കമ്പനി തുടങ്ങിയ ആൾ IIT ഖരഗ്പൂരിൽ നിന്ന് പാസ് ഔട്ടായ ആളാണ് എന്നറിഞ്ഞപ്പം തന്നെ ആ മറ്റേ ആട് തേക്ക് മാഞ്ചിയം ഒക്കെ അങ്ങ് മനസ്സിൽ നിന്ന് അങ്ങ് പോയി. പിന്നെ ഈ കമ്പനിയെ പറ്റി പഠിക്കാൻ തുടങ്ങി, ഇതിന്റെ പ്രൊഡക്ട്സിനെ പറ്റി പഠിക്കാൻ തുടങ്ങി. അപ്പം എനിക്ക് പോസ്റ്റിംഗ് കിട്ടിയത് DXN ദുബായ് ഓഫീസിലാണ്. അവിടെ പല ആൾക്കാരെയും കാണാൻ തുടങ്ങി. അതായത് കുറെ അറബ്സ് ഒക്കെ വന്ന് ഈ പ്രൊഡക്റ്റിനെ പറ്റി പറയുമ്പം സത്യം പറഞ്ഞാൽ അവരുടെ ഹൃദയത്തിൽ നിന്നാണ് സംസാരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരു സ്ത്രീ വരുന്നു നമ്മളുടെ മുന്നിൽ നിന്ന്, അതായത് ഞങ്ങളാണ് അവിടെ കൗണ്ടറിന്റെ സൈഡിലായിട്ട് ഇരിക്കുമ്പം വന്നിട്ട് നിങ്ങൾ ഇവിടെ വർക്ക് ചെയ്യുന്നവരാണോ, നിങ്ങൾ എന്ത് പ്രൊഡക്റ്റായി വിൽക്കുന്നത്, ഇതാണ് എൻ്റെ മദറിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. അത് പറയുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാവും അവർ ആ ഹൃദയത്തിൽ നിന്നാണ് സംസാരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ആ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് നമ്മളുടെ മനസ്സിൽ തന്നെ വലിയൊരു വിശ്വാസം വരും. അതിനു പുറമെ വളരെ ഇപ്പം നമ്മളിപ്പോൾ ഗൾഫിൽ സ്ഥിരമായി കാണുന്ന ഒരു കാര്യമാണ്, ഇവിടെ ജോലി ചെയ്യാൻ മടിയുള്ള മലയാളികൾ പോലും ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ അവര് എന്ത് ജോലി ചെയ്യാനും മടിയില്ല. ഏത് തരത്തിൽ വേണമെങ്കിലും എത്ര കഷ്ടപ്പെട്ട് ജോലി ചെയ്യാനും അവർക്ക് മടിയില്ല. പക്ഷെ കിട്ടുന്നതോ, ഇവിടെ കിട്ടുന്നതിലും ഇവിടെ ഇപ്പം ഒരു മേസ്തിരി, ഒരു ബിൽഡിംഗ് പണിയുടെ അല്ലെങ്കിൽ വേണ്ട ഒരു ആശാരി ഇവിടെ എത്രത്തോളം പൈസ ഉണ്ടാക്കുന്നുണ്ടെന്ന് നമുക്കറിയാം.
അതായത് ഒരു വീട് പണിക്കൊക്കെ ഒരു ആശാരിയെ വിളിച്ചാൽ തന്നെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതേ ആശാരി തന്നെ ഇവിടെ കറക്റ്റ് സമയത്ത് പണിക്കൊന്നും വരാത്ത ആശാരി തന്നെ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ കമ്പനിയുടെ ബസ് വന്ന് നിൽക്കുമ്പോൾ 7 മണിക്ക് എഴുന്നേറ്റ് പോയി രാത്രി വരെ ജോലി ചെയ്ത് തിരിച്ചു വന്ന് ലേബർ ക്യാമ്പിൽ കിടന്ന് അതിനുശേഷം അത് ഒരു കൊല്ലം വരെ ഒരു ലീവും ഇല്ലാതെ അങ്ങനെ വർക്ക് ചെയ്യുന്നതിൽ ഒരു മടിയുമില്ല. പക്ഷേ ഉണ്ടാക്കുന്ന പൈസയോ ഇവിടെ ഉണ്ടാക്കുന്നതിലും എത്രയോ കുറവ് കാശാണ് അവിടുന്ന് ഉണ്ടാക്കുന്നത്. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ചാൽ ഒരു ഗൾഫുകാരൻ എന്നുള്ള ഒരു വിലാസം കിട്ടും. അതിനാണ് മെയിൻലി എല്ലാവരും അവിടെ വരുന്നതും ഇങ്ങനെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നതും അതേസമയം അത്രയധികം ഒന്നും പൈസ ഉണ്ടാക്കാത്തതും. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ, ആ തരത്തിലുള്ള ലേബർ കാറ്റഗറിയിലുള്ള ആൾക്കാർ, മലയാളീസ് മാത്രമല്ല പല നാട്ടുകാരും, ഇപ്പം പാകിസ്ഥാനികളും ബംഗ്ലാദേശികളും നേപ്പാളികളും ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ വെള്ളിയാഴ്ച ഞങ്ങളുടെ ഓഫീസിൽ വരും. ഞാൻ തുടക്കകാലത്താണ് ഈ പറയുന്നത്. ഞാൻ ജോയിൻ ചെയ്ത ഉടനെ വെള്ളിയാഴ്ച ഗൾഫിലെ DXN ഓഫീസുകളിലൊന്നും നമുക്ക് പ്രവേശിക്കാൻ തന്നെ പറ്റില്ല. കാരണം അത്രയും തിരക്കായിരിക്കും. എന്താ കാരണം എന്ന് വെച്ചാൽ ഇവര് ഈ 1000 ദിർഹം 2000 ദിർഹത്തിനൊക്കെ ആയിരിക്കും പുറമെ ജോലി ചെയ്യുന്നുണ്ടാവുക. പക്ഷെ DXNൽ നിന്ന് അവരുണ്ടാക്കുന്നത് 5000 ദിർഹം 6000 ദിർഹം, അതായത് നാട്ടിലേക്ക് അയക്കുന്ന പൈസയും അവിടുത്തെ ചെലവും അവരുടെ ജീവിതം കരുപിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തുകയും സമ്പാദിക്കുന്നത് ഇവിടെ നിന്നാണ്, DXNൽ നിന്നാണ്. അപ്പൊ അങ്ങനെയുള്ളവര് DXനെ പറ്റി സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ, ഇപ്പം ദിലീപ് ഭായി തന്നെ സംസാരിക്കുമ്പോൾ എത്രത്തോളം കൺവിൻസിങ് ആയിട്ടാണ് സംസാരിച്ചത്. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം 22 രാജ്യങ്ങളിലോളം യാത്ര ചെയ്തു കഴിഞ്ഞു ഈ സിസ്റ്റം വഴി. അപ്പം അദ്ദേഹം അത് പറയുമ്പം ബിക്കോസ് ഹി ഹാസ് എക്സ്പീരിയൻസ് ദാറ്റ്, അദ്ദേഹം ആ എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷമാണ് പറയുന്നത് ഈ ഒരു സിസ്റ്റം കാരണം ഞാൻ 22 രാജ്യങ്ങളിലോളം യാത്ര ചെയ്തു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ, ഫ്രീ ആയിട്ട് കമ്പനി എന്നെ കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ ആർക്കും വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഈ DXന്റെ തുടക്കത്തില് ഇതൊക്കെ കണ്ട് വളരുന്ന ഒരു കൊച്ചു കുട്ടിയായിരുന്നു. അതായത് 2 കൊല്ലത്തിനുള്ളിൽ ഡ്രൈവിംഗ് ലൈസൻസും എടുത്ത് അടുത്ത കമ്പനിയിലേക്ക് മാറാം എന്ന് വിചാരിച്ച ഞാൻ ഇതൊക്കെ കണ്ടും കേട്ടും ഇപ്പം 15 കൊല്ലത്തോളമായി. 15 കൊല്ലമായി ഇപ്പോഴും പഴയ അതേ സ്പിരിറ്റിൽ ഈ കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പോ പറയാം, എനിക്കിപ്പം ഒരു ഉറച്ച വിശ്വാസമുണ്ട്, ഈ ലോകത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ്, ഏറ്റവും മികച്ച കമ്പനികളിൽ ഒന്നിനു വേണ്ടിയാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ആ ഒരു വിശ്വാസമാണ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. ഈ തുടക്കക്കാർക്ക് ഇത് കിട്ടില്ല. അത് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് DXNൽ ഒന്ന് ജോയിൻ ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞാൽ ഇതിന്റെ ബെനിഫിറ്റ്സ് കിട്ടിത്തുടങ്ങുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഈ ഡയറക്റ്റ് സെല്ലിങ്ങിനെ പറ്റിയിട്ടുള്ള തെറ്റിദ്ധാരണയും ആട് തേക്ക് മാഞ്ചിയം എന്നൊക്കെ ഉള്ള ആ ഒരു വിചാരമൊക്കെ മനസ്സിൽ നിന്ന് എടുത്ത് കളയണമെങ്കിൽ നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മൾ ഒരു ലൈഫല്ലേ, ആ ലൈഫില് നമ്മൾ ഇപ്പം കുറേ ആൾക്കാരുടെ ട്രാൻസ്ഫോർമേഷൻ, എല്ലാവർക്കും നമ്മളുടെ ജീവിതം ഇംപ്രൂവ് ചെയ്യാൻ താല്പര്യമുണ്ട്. പക്ഷെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ജീവിതം ഇംപ്രൂവ് ചെയ്യുന്നുള്ളൂ. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചുറ്റുമുള്ളവരാണ്. ഇപ്പൊ ദിലീപ് ഭായ് തന്നെ അദ്ദേഹത്തിന്റെ സെഷനിൽ വീണ്ടും പറയുകയുണ്ടായി, അതായത് നിങ്ങൾ ഇതൊക്കെ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ അഭിപ്രായം അധികം കേൾക്കേണ്ട ആവശ്യമില്ല. അതായത് നല്ലവരുടെ മാത്രം അഭിപ്രായം എടുക്കുക. കാരണം എന്ന് വെച്ചാൽ ഈ അഭിപ്രായം പറയുന്ന ആൾക്കാർ മുഴുവൻ, ഈ ബിസിനസിനെ പറ്റിയിട്ടോ കമ്പനിയെ പറ്റിയിട്ടോ ഒക്കെ അഭിപ്രായം പറയുന്ന ആൾക്കാർ മുഴുവൻ ഇതിനെപ്പറ്റി അറിയാതെയാണ് അഭിപ്രായം പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ഒരു ശരാശരി മലയാളിയോട് ഒരു ഹാർട്ട് ഓപ്പറേഷനെ പറ്റി ചോദിച്ചാൽ വരെ ഒരു കാർഡിയോളജിസ്റ്റിനെ പറ്റി പോലെയുള്ള അഭിപ്രായം നമ്മളോട് പറയും. അത് കാരണം അദ്ദേഹത്തിന് അതിനെ പറ്റിയുള്ള അറിവുള്ളത് കൊണ്ടല്ല. എവിടുന്നൊക്കെയോ എന്തൊക്കെയോ കേട്ടറിഞ്ഞു, എവിടുന്നൊക്കെയോ എന്തൊക്കെയോ വായിച്ചറിഞ്ഞു, ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നതും ഈ കല്യാണ വീട്ടുകളിൽ ഇരുന്ന് സംസാരിക്കുന്നതും അതുപോലെയൊക്കെ അങ്ങനെ കേട്ട് മനസ്സിൽ ഒരു ഐഡിയ ഉണ്ടാവും. അപ്പം ഒരാൾ ഒരു അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ ആ ഐഡിയ ആണ് പറയുന്നത്. അല്ലാതെ ഇപ്പൊ ദിലീപ് ഭായിനെയൊക്കെ പോലെ അദ്ദേഹം ഒരു സാധാരണക്കാരനായിരുന്നു. അത് കഴിഞ്ഞ് ഒരു കമ്പനിയുടെ ഡിസ്ട്രിബ്യൂട്ടർ ആയതിനു ശേഷം ഇന്ന് അദ്ദേഹത്തിന് എല്ലാ മാസവും, ഇപ്പൊ ഈ കൊറോണ കാലത്ത് എത്ര പേരുടെ ജോലി പോയി. ഇപ്പൊ ഗൾഫിലൊക്കെ പറയുകയാണെങ്കിൽ ഞാനൊക്കെ കണ്ടു, എത്രയോ കമ്പനികൾ, വലിയ പ്രസ്ഥാനങ്ങളൊക്കെ അടച്ചു പൂട്ടിക്കഴിഞ്ഞു. പല ആൾക്കാരുടെയും ജോലി പോയി. ഒരു ദിവസം പെട്ടെന്ന് നമ്മൾ കമ്പനിയിൽ പോകുമ്പോൾ, ഇപ്പൊ എമിറേറ്റ്സ് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച വിമാന കമ്പനിയാണ്. അവിടെ 28-30 വർഷമായിട്ട് ജോലി ചെയ്യുന്നവരൊക്കെ
ഒരു ദിവസം രാവിലെ ഓഫീസിൽ വരുമ്പം ഒരു ലെറ്ററാണ് അവരുടെ ടേബിളിൽ. അതായത് ഇന്നു മുതൽ നിങ്ങളുടെ സേവനം ഞങ്ങൾക്ക് ആവശ്യമില്ല. അപ്പൊ നമ്മളൊക്കെ ഇപ്പൊ പല പല സ്ഥലങ്ങളിലും ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കുമല്ലോ. ഒരു ദിവസം നമ്മൾ കമ്പനിയിൽ ചെന്ന് കയറുമ്പോൾ അന്ന് നമുക്ക് ഈ ലെറ്റർ കിട്ടുന്നു, ഇനി നിങ്ങളുടെ സേവനം ഞങ്ങൾക്ക് ആവശ്യമില്ല. അതായത് നമ്മളുടെ സ്വപ്നങ്ങളും നമ്മളുടെ ജീവിതവും നമ്മളുടെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ ജീവിതമൊക്കെ തൂങ്ങി നിർത്തുന്നത് നമ്മളുടെ ഈ ഒരു സാലറി എന്ന് പറയുന്ന, ശമ്പളം എന്ന് പറയുന്ന നമ്മളുടെ വേതനം. ഇപ്പൊ നിങ്ങൾ ഗൃഹനാഥന്മാരോ ഗൃഹനാഥകളോ ആണെങ്കിൽ ആ വേതനം എന്ന് പറയുന്ന, ആ ശമ്പളം എന്ന് പറയുന്ന ഇതിലാണ് നമ്മളുടെയൊക്കെ ഭാവിയും വർത്തമാനവും തൂങ്ങിക്കിടക്കുന്നത്. അപ്പം ഈ ഒരു ശമ്പളം ഒരു ദിവസം, ഒരു മാസം നിന്ന് പോയി കഴിഞ്ഞാൽ അതിനുശേഷം പിന്നീട് അങ്ങോട്ട് എന്താണ് എന്നുള്ളതിനെ പറ്റി ആർക്കും ഒരു ഐഡിയയുമില്ല. നമ്മൾ തിരിച്ച് എന്ത് ചെയ്യണം, ഒരു കൃഷിപ്പണിക്ക് പോണോ അതോ മറ്റു സ്ഥലങ്ങളിൽ ജോലി. ഇപ്പൊ കൊറോണ നമ്മളെ വളരെയധികം ബോധ്യപ്പെടുത്തിയ ഒരു സാധനമുണ്ട്. അതെന്താന്ന് വെച്ചാൽ അസ്ഥിരത നമ്മളുടെ ജീവിതത്തിലെ. അതായത് നമ്മളുടെ ജീവിതത്തിൽ ഒരു സ്ഥിരതയില്ല. എനി ടൈം എനിത്തിങ് ക്യാൻ ഹാപ്പൻ. ഈ കൊറോണ കാലത്ത് എല്ലാ മനുഷ്യരും മനസ്സിലാക്കിയ ഒരു കാര്യമാണത്. അപ്പം ഈ അസ്ഥിരമായ ജീവിതത്തിൽ സ്ഥിരതയുള്ള എന്തെങ്കിലും ഒന്ന് നമ്മൾ വേണം എന്ന് എപ്പോഴെങ്കിലും മനസ്സിൽ വരുമ്പോഴാണ് ഒരാൾ DXN ബിസിനസ്സിനെ പറ്റി ചിന്തിക്കുന്നത്. അപ്പം നമ്മളുടെ ചുറ്റുമുള്ള ആൾക്കാർ ആ സമയം തന്നെ നമ്മളോട് നെഗറ്റീവായിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിൽ നിന്ന് അതങ്ങ് പോയി. പക്ഷേ പിന്നീട് ഇതുപോലെയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പം, ഒരു ചലഞ്ച് വരുമ്പം ഈ അഭിപ്രായം പറഞ്ഞ ആള് നമ്മളെ സഹായിക്കാൻ ഉണ്ടാവില്ല. അതേസമയം അന്ന് ഈ അഭിപ്രായം കേൾക്കാതെ നമ്മൾ DXN സിസ്റ്റത്തിൽ ഉറച്ചു നിന്ന് ഇപ്പം ദിലീപ് ഭായിനെ പോലെയും സിറാജ് ഭായിനെ പോലെയും രാജീവ് ഭായിനെ പോലെയും എബിയൊക്കെ പോലെ, എബി ജോസഫ് സാറിനെയൊക്കെ പോലെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മളുടെ ജോലി പോയാലും നമ്മളെ താങ്ങി നിർത്താൻ DXN ഇൻകം ഉണ്ട്. ഇപ്പൊ പ്രൊഫസർ വസുപാൽ, ഡോക്ടർ രഞ്ജൻ, ഇങ്ങനെയൊക്കെയുള്ള ഉദാഹരണങ്ങൾ നമ്മളുടെ മുമ്പിലല്ലേ ഉള്ളത്. ഡോക്ടർ രഞ്ജൻ ഒരു പ്രശസ്തനായ കാർഡിയോളജിസ്റ്റ് ആണ്, വളരെ പ്രശസ്തനായ ഒരു കാർഡിയോളജിസ്റ്റ്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഡോക്ടർ രഞ്ജനും ഞാനും ഒരു ദിവസം ഡോക്ടർ രഞ്ജൻ ദുബായിൽ വന്നപ്പോൾ ഞങ്ങൾ ദുബായ് മാളിലൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഡോക്ടർ രഞ്ജനോട് ഇങ്ങനെ വെറുതെ അറിയാൻ വേണ്ടി ചോദിച്ചതാണ്, എന്താണ് ഡോക്ടർ DXN നിങ്ങൾക്ക് തന്നത് എന്താണ് എന്ന്. അപ്പം ആക്ച്വലി ഞാൻ എൻ്റെ ഫാദർ ഒരു ഡോക്ടറാണ് ഇവിടെ കണ്ണൂർ. അപ്പം എൻ്റെ ചെറുപ്പം മുതലേ ഈ ഫാദറിന്റെ ഇൻകത്തിലാണ് ഞങ്ങളുടെ കുടുംബം നിൽക്കുന്നത്. അപ്പൊ ഇപ്പം കുട്ടികളൊക്കെ വലുതായി, ഞങ്ങളൊക്കെ സമ്പാദിക്കുന്നു, ദർ ഇസ് നോ പ്രോബ്ലം. പക്ഷേ ഞങ്ങളുടെ ഇത്രയും കാലം ഈ ഫാദർ എന്ന് പറയുന്നത്, ആ ഡോക്ടർ എന്ന് പറയുന്ന ഒരാള് ഇപ്പം ഒരു പ്രീമിയം പൊസിഷനാണ്, സമൂഹത്തിലെ നല്ലൊരു ജോലിയാണ്. പക്ഷേ ആ ഡോക്ടറുടെ കുടുംബം എന്ന് പറയുന്നത് ഈ ഡോക്ടറുടെ വരുമാനത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതാണ്. ഡോക്ടർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിന്റെ വരുമാനം അന്ന് നിൽക്കും. അതുവരെ അവർ ഫോളോ ചെയ്തു വന്ന ലൈഫ് സ്റ്റൈലും അതുവരെ അവർ ഫോളോ ചെയ്തു വന്ന സ്റ്റാറ്റസും എല്ലാം ഒരു ദിവസം കൊണ്ട് ഇല്ലാതാവും. അപ്പം ഡോക്ടർ രഞ്ജനോട് ചോദിച്ചപ്പോൾ ഡോക്ടർ രഞ്ജൻ പറഞ്ഞ കാര്യം, സലീം, ഞാനൊരു കാർഡിയോളജിസ്റ്റ്, എൻ്റെ ഫാദർ ഒരു കാർഡിയോളജിസ്റ്റ് ആണ്. പക്ഷേ എനിക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും എൻ്റെ ജോലിയിലോ അല്ലെങ്കിൽ എനിക്ക് തന്നെയോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്കോ എൻ്റെ ഫാമിലിക്കോ വീഴാനുള്ള കുഷ്യൻ എന്ന് പറയുന്നത് DXN ആണ്. അതായത് എന്ത് പ്രശ്നം ജീവിതത്തിൽ പറ്റിക്കഴിഞ്ഞാലും ഡോക്ടറുടെ DXN ഇൻകം വിൽ ബി ദർ. ഇനിയിപ്പം നമ്മളൊന്നും ഈ ഭൂമിയിൽ ഇല്ലെങ്കിൽ പോലും നമ്മളുടെ ഫാമിലിയിലേക്ക് ആ ഇൻകം പോയിക്കൊണ്ടിരിക്കും. അതാണ് ഈ DXN സിസ്റ്റത്തിന്റെ പ്രത്യേകത. പിന്നെ മറ്റു പല കമ്പനികളും ഇങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇപ്പം ഇവിടെ ഇന്ത്യയിൽ വളരെ മികച്ച രീതിയിൽ ആൾക്കാർക്ക് പല കാര്യങ്ങളും കാറുകളും ഇതുമൊക്കെ സമ്മാനം കൊടുക്കുന്ന കുറേ കമ്പനികളുണ്ട്. ഗൾഫിലും അവരൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഇപ്പം നമ്മളൊക്കെ കാണുന്നതാണ്, എത്രയോ കൊല്ലങ്ങളായിട്ട് കാണുന്നതാണ്, ഈ DXN എന്ന് പറയുന്നത് ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയായി ഉത്ഭവിച്ച ഒരു കമ്പനിയല്ല. DXN എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് കമ്പനിയാണ്. ഈ പ്രൊഡക്റ്റ് കമ്പനി മാർക്കറ്റിങ്ങിന് വേണ്ടി എടുത്ത മെത്തേഡാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കമ്പനിയിൽ കുറേ സ്ട്രോങ് പോയിന്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി ആൾക്കാർ എങ്ങനെ തുടങ്ങുക എന്ന് വെച്ചാൽ അവരാദ്യം ഒരു മാർക്കറ്റിംഗ് പ്ലാൻ എടുക്കും.
മാർക്കറ്റിംഗ് പ്ലാൻ എടുത്തിട്ട് ആ മാർക്കറ്റിംഗ് പ്ലാൻ അതിപ്പം ബൈനറിയോ ട്രൈനറിയോ എങ്ങനെയെങ്കിലും ആയിരിക്കും, ഈ മാർക്കറ്റിംഗ് പ്ലാനിലേക്ക് അവിടുന്ന് ഒരു ഷർട്ട്, ഇവിടുന്ന് ഒരു പാൻറ്, അവിടുന്ന് ഒരു പ്രൊഡക്റ്റ്, ചൈനയിൽ നിന്നൊരു പ്രൊഡക്റ്റ്, ഹോങ്കോങ് എന്നൊരു പ്രൊഡക്റ്റ്, ഇങ്ങനെയൊക്കെ ഈ പ്രൊഡക്റ്റ് കൂട്ടി വെച്ച് ഒരു പ്രസന്റേഷൻ നടത്തി, ഓക്കെ ഞങ്ങൾ ഇങ്ങനെ ഡയറക്ട് സെല്ലിംഗ് കമ്പനി തുടങ്ങി എന്ന് പറഞ്ഞ് തുടങ്ങും. പക്ഷേ DXN തുടങ്ങിയത് അങ്ങനെയല്ല. DXN ഡോക്ടർ ലിൻസ്യോജിൻ എന്ന് പറയുന്ന വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഇൻഡിവിജ്വൽസ് ഇൻ ദ വേൾഡ്, അദ്ദേഹം ഈ കമ്പനി തുടങ്ങുമ്പം IIT ഖരഗ്പൂരിൽ നിന്ന് പാസ് ഔട്ട് ആയ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ബ്രെയിനിന്റെ ഓണർ. അദ്ദേഹം ഈ കമ്പനി തുടങ്ങുമ്പോൾ അദ്ദേഹം ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി തുടങ്ങുക എന്നുള്ള ആശയവുമായിട്ടല്ല തുടങ്ങിയത്. അദ്ദേഹത്തിന് പ്രൊഡക്റ്റ്, ഈ ഗാനോഡെർമ, ഈ അത്ഭുത മഷ്റൂമിനെ ലോകം മുഴുവൻ വ്യാപിപ്പിക്കണം. അതെങ്ങനെ സാധിക്കും? ഇതാലോചിച്ചാണ് അദ്ദേഹം തുടങ്ങിയത്. അതായത് ആ പ്രൊഡക്റ്റ് ആയിരുന്നു സെൻട്രൽ പോയിന്റ്. അതായത് ഗാനോഡെർമ, നിങ്ങളൊരു കമ്പനി, ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയെ അനലൈസ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടതായിട്ടുള്ള പല ഘടകങ്ങളുണ്ട്. ഒന്ന്, അതിന്റെ പ്രൊഡക്റ്റ്, നമ്പർ 1. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളിപ്പം ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിക്ക് ഒരു കൺസ്യൂമറിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ആ കൺസ്യൂമർ എപ്പോൾ ഈ പ്രൊഡക്റ്റ് വാങ്ങിയാലും നിങ്ങൾക്ക് ഇൻകം കിട്ടിക്കൊണ്ടേയിരിക്കും. കാരണം നിങ്ങളാണ് ഈ കമ്പനിക്ക് ആ പുതിയ ഉപഭോക്താവിനെ പരിചയപ്പെടുത്തി കൊടുത്തത്. അപ്പോ ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നതാണ് നിങ്ങൾക്ക് പൈസ കിട്ടുന്ന മാർഗം. പ്രൊഡക്റ്റ് ആ ഉപഭോക്താവ് വാങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടുകയുള്ളൂ. ആ ഉപഭോക്താവ് വീണ്ടും 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 ആ പ്രൊഡക്റ്റ് വാങ്ങിക്കൊണ്ടിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഭാവിയിലും കമ്മീഷൻ കിട്ടിക്കൊണ്ടിരിക്കുകയുള്ളൂ. അപ്പം ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ആൾക്കാർ രണ്ടാമതും വാങ്ങാൻ തോന്നുന്ന തരത്തിലുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം. ഇപ്പം നമ്മളുടെ DXN കോഫിയുടെ ഒക്കെ ഹിറ്റിംഗ് റേറ്റ് എന്ന് പറഞ്ഞാൽ 100% ആണ്. കാരണം എന്ന് വെച്ചാൽ ഒരാള് ആ കോഫി കുടിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് വന്ന് ചോദിക്കും ഈ കോഫി എവിടുന്ന വാങ്ങുക. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഗാനോഡെർമ. ഈ മഷ്റൂമിന്റെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മാനുഫാക്ചറിങ് പ്ലാന്റ് ബിലോങ്സ് ടു DXN. അതായത് DXN എന്ന് പറയുന്നത് വൺ ഓഫ് ദ കമ്പനീസ് അല്ല, ലോകത്തിലെ ഏറ്റവും വലിയ ഗാനോഡെർമ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയാണ് DXN. ഏറ്റവും വലിയ ഫാമും DXNൻ്റെതാണ്. അതുപോലെ സ്പൈറുലിന, ഇപ്പം ദിലീപായി സ്പൈറുലിന ആൽഗയെ പറ്റി സംസാരിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കമ്പനിയാണ് DXN ഈ സ്പൈറുലിന ഉൽപ്പാദിപ്പിക്കുന്നത്. പക്ഷേ നമ്മുടെ തെലങ്കാനയിലെ പുതിയ ഫാക്ടറി തുടങ്ങിക്കഴിഞ്ഞാൽ ആസ് പെർ ദ ക്വാണ്ടിറ്റി ലോകത്തിലെ ഏറ്റവും വലിയ സ്പൈറുലിന ഉൽപാദന കമ്പനിയും DXN ആയി മാറും. അതായത് വി ആർ വിത്ത് ദ ലീഡർ, വി ആർ വിത്ത് ദ നമ്പർ 1 കമ്പനി. അതായത് ഈ പ്രൊഡക്ട്സിന്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു തമാശ കളിയൊന്നുമല്ല. അതായത് വളരെ സീരിയസ് ആയി ലോകത്തിലെ തന്നെ ഏറ്റവും വലുതായി ആ പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമ്പനിയുടെ ഭാഗമായിട്ടാണ് നിങ്ങൾ മാറുന്നത്, DXNന്റെ ഭാഗമായി മാറും. പിന്നെ ഈ 1 വേൾഡ് 1 മാർക്കറ്റ്, ഇപ്പം ഞാൻ അഗെയിൻ ദുബായിലെ കാര്യം പറയാം, ഗൾഫിലെ കാര്യം പറയാം. ഒരുപാട് പേര് അവര് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന മലയാളികളുണ്ട്. അവര് അവിടെ ജോലി ചെയ്ത് ഒരു ദിവസം അവരുടെ ജോലി നഷ്ടപ്പെടുന്നു. ആ സമയത്ത് അവർ DXNും ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക, DXNിൽ നിന്നും നല്ല ഇൻകം കിട്ടുന്നുണ്ട്. അവർക്ക് ജോലി നഷ്ടപ്പെട്ട് ഒരു ദിവസം അവർ തിരിച്ച് അവരുടെ നാട്ടിലേക്ക് വരേണ്ടി വരും. ആ സമയത്ത് ഇപ്പം DXN ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ അദ്ദേഹം ജസ്റ്റ് ആ ഓഫീസിൽ പോയി ഒരു അഡ്രസ് ചേഞ്ചിങ്ങിന്റെ ഫോം ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. നെക്സ്റ്റ് മന്ത് ഓൺവേർഡ്സ് കേരളത്തിൽ എവിടെയാ ഉള്ളതെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് അദ്ദേഹത്തിന് ആ ഇൻകം കളക്ട് ചെയ്യാൻ പറ്റും. അതായത് ഒരു ഗൾഫുകാരനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൻഷനും ഒന്നുമില്ല അവർക്ക്. പക്ഷെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവിടെ DXN ബിസിനസ് സെറ്റപ്പ് ചെയ്ത ഒരാളാണെങ്കിൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ DXN ഇൻകം എന്ന് പറയുന്നത് അവർക്ക് തിരിച്ചു വന്നിട്ടുള്ള ഒരു പെൻഷനാണ്. എല്ലാ മാസവും കറക്റ്റായിട്ട് അത് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തും. ഇനിയിപ്പോ കേരളത്തിലേക്ക് തിരിച്ചു വരുന്നില്ല, അവര് മറ്റൊരു ജോലി തേടി മലേഷ്യയിലേക്ക് പോയി, അല്ലെങ്കിൽ സ്പെയിനിലേക്ക് പോയി, അല്ലെങ്കിൽ USA പോയി, അല്ലെങ്കിൽ ഇറ്റലിയിലേക്ക് പോയി, അല്ലെങ്കിൽ മൊറീഷ്യസിലേക്ക് പോയി, അല്ലെങ്കിൽ സൗദി അറേബ്യയിലേക്ക് പോയി, എവിടെയെങ്കിലും പോയി. എവിടെ പോയി കഴിഞ്ഞാലും അവിടെ DXNന്റെ ഓഫീസ് ഉണ്ട്. അപ്പം അവിടേക്ക് നമ്മളുടെ ഇൻകം മാറ്റിയാൽ മതി. അതായത് നമ്മളുടെ കൂടെ തന്നെ ട്രാവൽ ചെയ്യുന്ന ഒരു ഇൻകമാണ് DXNൻ്റെത്. ഇത് മറ്റൊരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിക്കും അവകാശപ്പെടാൻ പറ്റില്ല. അതായത് നിങ്ങൾ ഒരു കമ്പനിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, DXNനെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ 1 വേൾഡ് 1 മാർക്കറ്റ് എന്ന് പറയുന്നത്
ലോകത്തിലെ ഒരു കമ്പനിയും, അതായത് തുടക്കം മുതൽ ഡയറക്ട് സെല്ലിംഗ് തുടങ്ങിയ മുതലെയുള്ള ഏത് കമ്പനി എടുത്തു നോക്കിക്കഴിഞ്ഞാലും വൺ വേൾഡ് വൺ മാർക്കറ്റ് എന്ന് പറയുന്ന, അതായത് എവിടെയും നിങ്ങളുടെ ഇൻകം ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ എവിടെയും നിങ്ങളുടെ ബിസിനസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ തരുന്ന ഏക കമ്പനി, ലോകത്തിലെ ഒരേ ഒരു കമ്പനി എന്ന് പറയുന്നത് DXN ആണ്. ഈ ഒരൊറ്റ ഫാക്ടർ മതി നമ്മൾ മറ്റുള്ള എല്ലാ ഡയറക്ട് സെല്ലിംഗ് കമ്പനീസിനെയും നമ്മളുടെ ഈ DXNന്റെ മുമ്പിൽ നിന്ന് മാറ്റാൻ വേണ്ടി. ഈ ഒരൊറ്റ ഫാക്ടർ മതി. അത് പക്ഷെ പലരും മനസ്സിലാക്കുന്നില്ല. ഇത്രയും വലിയൊരു സ്ട്രോങ് പോയിന്റ് ഈ DXN എന്ന് പറയുന്ന ഈ ഒരു കമ്പനിക്ക് ഉണ്ടെന്നുള്ളത് പലരും മനസ്സിലാക്കുന്നില്ല. പിന്നെ ഇപ്പം നമ്മൾ തെലുങ്കാനയിൽ ഇപ്പം ഒരു ഇന്ത്യക്കാരനെയും അല്ലെങ്കിൽ ഒരു കേരളീയനെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ DXN ഫാക്ടറി ഇവിടെ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ, മലേഷ്യൻ ഫാക്ടറിയെക്കാളും വലിയ ഒരു ഫാക്ടറി ഈ തെലുങ്കാനയിൽ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒരു ഫാക്ടറി ഓപ്പൺ ചെയ്യുമ്പം ആസ് എ നോർമൽ ഡിസ്ട്രിബ്യൂട്ടർ എന്താണ് നിങ്ങൾക്കുള്ള ഗുണം? അതായത് സ്റ്റെബിലിറ്റി ഓഫ് ദ കമ്പനി. നമ്മളിപ്പം ഈ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് സ്ഥിരത. ഈ കമ്പനിയുടെ സ്ഥിരത. ഇതൊരു മലേഷ്യൻ കമ്പനിയാണ്. പക്ഷെ ഒരു ഇന്ത്യയിൽ മലേഷ്യയെക്കാളും വലിയൊരു ഫാക്ടറി സ്ഥാപിക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്, ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഫ്യൂച്ചർ എന്ന് പറയുന്നത് വെരി സ്റ്റേബിൾ. ഇപ്പം നമ്മളുടെ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തെയൊക്കെ അതിനൊക്കെ ഉപോത്ബലകമാകുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് നമ്മളുടെ ഇത് ഡോക്ടർ ലിംസിയോജിൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. തെലങ്കാനയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ DXN ഫാക്ടറി സ്ഥാപിച്ചിരിക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച DXNനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വലിയ മൈൽ സ്റ്റോൺ ഉണ്ടായി. അതായത് ദുബായിൽ നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും, ഞങ്ങൾ സപ്ലൈ ചെയ്യുന്ന ഏറ്റവും സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാളെന്ന് വെച്ചാൽ ദുബായിലെ രാജകുടുംബാംഗങ്ങളാണ് നമ്മളുടെ കോഫി സപ്ലൈ ചെയ്യുന്നത്. 2008 മുതൽ കഴിഞ്ഞ 12 കൊല്ലമായി സ്ഥിരമായി ദുബായ് പാലസിലേക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കോഫി സപ്ലൈ ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരിക്കലും അവിടെ പോയി മാർക്കറ്റ് ചെയ്തിട്ടില്ല. അവിടുത്തെ ഷെയ്ഖ് ഹംദാൻ, ഷെയ്ഖ് മുഹമ്മദ്, ഹെർ ഹൈനസ് ഷെയ്ഖ, ഇവർക്കൊക്കെ നമ്മളുടെ കോഫിയുടെ ടേസ്റ്റ് വളരെയധികം ഇഷ്ടപ്പെട്ടു. അവർ ഞങ്ങളെ വിളിച്ച് അങ്ങോട്ടേക്ക് ഒരു ദിവസം ഇൻവൈറ്റ് ചെയ്ത് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ കോഫി ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ്, അതുകൊണ്ട് പാലസിന്റെ നെയിമിൽ തന്നെ കോഫി ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളിപ്പം സബീൽ കോഫി എന്ന പേരിൽ, നിങ്ങളൊക്കെ പലരും ആ ഫോട്ടോസും ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും, സബീൽ കോഫി എന്നുള്ള പേരിൽ എല്ലാ മാസവും ദുബായ് പാലസിന് വേണ്ടി മാത്രമായി കോഫി സപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ സാധാരണ കഴിക്കുന്ന DXN കോഫി തന്നെ, പക്ഷെ മറ്റൊരു പാക്കേജിൽ അവർക്ക് വേണ്ടി പ്രത്യേകമായി സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം അത് എന്താണ് രാജകുടുംബാംഗങ്ങൾ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇപ്പം രാജകുടുംബാംഗങ്ങളുടെ കാര്യം നിങ്ങൾക്കറിയാലോ, അവരിപ്പം ഒരു വിരൽ ഞൊടിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ എല്ലാ ഇന്റർനാഷണൽ കോഫി ബ്രാൻഡ്സും അവരുടെ ടേബിളിന്റെ മുമ്പിലെത്തും. പക്ഷേ അവർ കഴിഞ്ഞ 12 കൊല്ലമായി എല്ലാ ദിവസവും രാവിലെ, ഇപ്പം നിങ്ങൾ ഷെയ്ഖ് ഹംദാൻ ദുബായ് ക്രൗൺ പ്രിൻസിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോയി കഴിഞ്ഞാൽ DXN കോഫിക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് സെക്ഷൻ തന്നെയുണ്ട്. നിങ്ങൾ ആ കോഫി സ്റ്റോറീസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നത് മുഴുവൻ DXN കോഫിയുടെ പിക്ചേഴ്സ് ആണ്. ഞങ്ങൾക്ക് ഈ ദുബായിലെ ക്രൗൺ പ്രിൻസിനെ നേരിട്ട് കാണാൻ ഒരു ഭാഗ്യവും ഉണ്ടായി. അന്ന് ആ സമയത്ത് ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ വളരെ ഈ സാഹസികനായ വ്യക്തിയാണ്, നിങ്ങളുടെ പല കാര്യങ്ങളും ഈ മറ്റേ ഫ്ലൈറ്റിന്റെ കൂടെ പറക്കുന്നതും ജെറ്റ്മാൻ ആയിട്ട് പറക്കുന്നതും പിന്നെ ആനയുടെ കൂടെ നീന്തുന്നതും ഇങ്ങനെയൊക്കെ പല വീഡിയോസും ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പം അദ്ദേഹം പറയുകയാണ്, മാൻ ഓൾ ബിക്കോസ് ഓഫ് യുവർ കോഫി. അതായത് ഇതെല്ലാം ഞാൻ ചെയ്യുന്നത് നിങ്ങളുടെ കോഫി കാരണമാണെന്ന്. ഇപ്പം നമ്മളുടെ എന്താ പറയണ്ടേ ഡോക്ടർ ലിമ്മും അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം പോലും അതിനുശേഷം ഒന്നും പറയാൻ പറ്റാത്ത ആ ഒരു കണ്ടീഷനിലായി പോയി. കാരണം എന്ന് വെച്ചാൽ കിങ് ഓഫ് ദുബായ് ഇസ് സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് യു ആൻഡ് ടോക്കിംഗ് അബൌട്ട് യുവർ പ്രൊഡക്റ്റ്. അതായത് നമ്മളുടെ ഉൽപ്പന്നത്തെ പറ്റിയിട്ട് രാജാവാണ് സംസാരിക്കുന്നത്. അത്രയും അതാണ് ആ ഒരു തരത്തിലുള്ള ഒരു ഉൽപ്പന്നം, അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ ആവുക. അതായത് ഇത്രയും ലോകം മുഴുവൻ ഉള്ള ഒരു ഇത്രയും പേര് കേട്ട ഒരു ഉൽപ്പന്നം വിപണിയിൽ ലഭ്യമല്ല. അതേസമയം നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ടർ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ത്രൂ ആണ് അത് ആൾക്കാർക്ക് ലഭ്യമാവുക.
അപ്പൊ അത് നമ്മൾക്ക് കമ്മീഷനായിട്ട് കിട്ടുകയും ചെയ്യും. ഒരാളെ പുതുതായിട്ട് ഈ കോഫി പരിചയപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ മഷ്റൂം ക്യാപ്സ്യൂൾ പരിചയപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ, സ്പൈറലിന ക്യാപ്സ്യൂൾ പരിചയപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ, അവർ 10 കൊല്ലം കഴിഞ്ഞ് അത് വാങ്ങിക്കഴിഞ്ഞാലും നമുക്ക് ഇൻകം കിട്ടിക്കൊണ്ടേയിരിക്കും. ഇത്രയൊക്കെ അതിനുവേണ്ടി നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യവുമില്ല ഇത് തുടങ്ങാൻ വേണ്ടിയിട്ട്. ഈ ഒരു പൈസ പോലും ഇൻവെസ്റ്റ് ചെയ്യാതെ നമുക്കിത് തുടങ്ങുകയും ചെയ്യാം. ഇത്രയൊക്കെ നല്ല ഗുണങ്ങളുള്ള ഒരു ബിസിനസ്സിനെ ഇപ്പം നിങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഇന്ന് രാത്രി നമ്മളൊരു ഫ്രണ്ടിനോട് പോയി വളരെ കൗതുകത്തോടെ ഈ ബിസിനസ്സിനെ പറ്റി സംസാരിക്കും. ചിലപ്പോൾ ആ ഫ്രണ്ട് പറയും, ഓ ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളതാ, നടക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എനർജി മുഴുവൻ അങ്ങ് ചോർന്നു പോകും. അങ്ങനെയുള്ളവരാണ് ജീവിതത്തിൽ ഒരിക്കലും വേറൊരു തരത്തിൽ സക്സസ്ഫുൾ ആകാൻ പറ്റാത്തത്. നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാ ആൾക്കാരുടെയും കാര്യം നോക്കിക്കോളൂ. ഒരു ദിവസം അല്ലെങ്കിൽ ഒരു നിമിഷം അവർ മറ്റുള്ളവരുടെ ആരുടെയും അഭിപ്രായമില്ലാതെ സ്വന്തം മനസ്സ് പറയുന്നത് വിശ്വസിച്ച് ഒരു കാര്യം തുടങ്ങി. ആ കാര്യത്തിലൂടെയാണ് അവർ സക്സസ്ഫുൾ ആയിട്ടുണ്ടാവുക. ഇപ്പം നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ്. ഇപ്പം ഞാനൊക്കെ 15 കൊല്ലമായിട്ട് ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോഴൊക്കെ പലതരത്തിലുള്ള ക്രിറ്റിസിസംസും, ഇപ്പം നമ്മളുടെ റിലേറ്റീവ്സിന്റെ അടുത്തു നിന്നും ഫ്രണ്ട്സിന്റെ അടുത്തു നിന്നൊക്കെ നിനക്ക് വേറെ എവിടെയെങ്കിലും വർക്ക് ചെയ്തുകൂടെ ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ അവരൊന്നുമില്ല ഇപ്പം. പക്ഷെ ഈ കൊറോണ കാലത്തും DXN എന്ന് പറയുന്നത് ഹയസ്റ്റ് സെയിൽ റെക്കോർഡ് ചെയ്തത് പോലും ഈ കൊറോണ കാലത്താണ്. ഇപ്പം ഗൾഫിൽ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഏറ്റവും ഹയസ്റ്റ് സെയിൽ പോലും ഈ കൊറോണ കാലത്താണ് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. മറ്റ് പല കമ്പനികളും തകർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളുടെ ഈ അച്ചീവ്മെന്റ് എന്ന് ആലോചിക്കണം. അത്രയും സ്ഥിരതയുള്ള ഒരു ബിസിനസ്സാണ്. ഇപ്പം ഞാൻ ഒരു പ്രാവശ്യം, സോറി ശ്യാം, സമയം കൂടുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഞാൻ നമ്മളുടെ മിഡിൽ ഈസ്റ്റിന്റെ ഭാഗമായിട്ട് 10 കൺട്രീസ് ആണുള്ളത്. അതില് UAE, സൗദി അറേബ്യ, ഒമാൻ, ഖത്തർ, ബഹ്റിൻ, കുവൈത്ത്, ഇങ്ങനെയുള്ള കൺട്രികൾക്കൊപ്പം തന്നെ ഇറാഖ്, ജോർദാൻ, സിറിയ, യമൻ എന്നിങ്ങനെയുള്ള കൺട്രീസും ഉണ്ട്. ഇതൊക്കെ മിഡിൽ ഈസ്റ്റിന്റെ പാർട്ടാണ്. അതായത് ഞങ്ങളാണ് ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്. അപ്പം ഒരു പ്രാവശ്യം എനിക്ക് യമനിൽ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോകാൻ ഒരു അവസരം കിട്ടി. അപ്പം 2 പ്രാവശ്യം ഞാൻ യമനിൽ പോയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ പ്രാവശ്യം പോയ സമയത്ത് ഞാനും ജിജിത്തും കൂടിയാണ് പോയത്. അപ്പൊ യമൻ എന്ന് പറയുന്ന ഒരു സ്ട്രിക്റ്റ് റിലീജിയസ് കൺട്രിയാണ്. ഇപ്പൊ അവിടെ ഭയങ്കരമായിട്ടുള്ള യുദ്ധമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ ആദ്യം പോയത് 2007 2008 ആയിരുന്നു. ആ സമയത്ത് ഞങ്ങളൊരു ഹോട്ടലിലായിരുന്നു, ഞാനും ജിജിത്തും ഒരു ഹോട്ടലിലായിരുന്നു താമസിച്ചിരുന്നത്. അതിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിലായിരുന്നു ഈ നമ്മളുടെ റെക്കഗ്നേഷൻ നൈറ്റ് പ്രോഗ്രാം ആയിരുന്നു നടക്കുന്നത്. അപ്പൊ ഈ ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടലിന്റെ തന്നെ ഏറ്റവും മുകളിലത്തെ നിലയിലാണ് ഈ റെക്കഗ്നേഷൻ നൈറ്റ് നടക്കുന്നത്. അപ്പം അന്നത്തെ ദിവസം ഈ പരിപാടിയുടെ സമയമായപ്പം ഞാനും ജിജിത്തും എന്ത് ചെയ്യുന്നു വെച്ചാൽ ഞങ്ങൾ ഡ്രസ്സൊക്കെ ചെയ്ത് ലിഫ്റ്റിൽ കയറാൻ വേണ്ടി പോയി. അപ്പം ലിഫ്റ്റിൽ കയറി ലിഫ്റ്റ് പ്രസ് ചെയ്തപ്പം താഴേന്ന് ലിഫ്റ്റ് വന്നിട്ട് തുറന്നു കഴിഞ്ഞപ്പം അതിലൊരു ഹസ്ബൻഡും വൈഫും, അവിടുത്തെ യമനിലെ സ്വദേശികള്, ഒരു ഹസ്ബൻഡും വൈഫും 2 ചെറിയ കുട്ടികളും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് കയറാൻ പോയപ്പോൾ ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ, യമനൊക്കെ നിങ്ങൾക്കറിയാലോ, ഒരു വളരെ ഓർത്തഡോക്സ് മുസ്ലിം കൺട്രിയാണ്. ഒരു അന്യ പുരുഷന്മാരാണല്ലോ കയറുന്നത് ലിഫ്റ്റിലേക്ക്. അപ്പം ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്ന വെച്ചാല് ഇയാൾ തിരിഞ്ഞു നിന്ന് വൈഫിനെ അങ്ങ് മറച്ചു വെച്ചു, അതായത് ഞങ്ങൾ കാണാതിരിക്കാൻ വേണ്ടി. അപ്പൊ ഞങ്ങൾ വി ഫെൽറ്റ് എംബറാസ്ഡ്. ഞങ്ങൾക്ക് എന്തോ പോലെ തോന്നിയിട്ട് ഞങ്ങൾ ലിഫ്റ്റിൽ നിന്ന് പുറത്തിറങ്ങി. അടുത്ത ലിഫ്റ്റിലാണ് ഞങ്ങൾ എന്നിട്ട് മേലിലേക്ക് പോയത്. മേലിൽ എത്തിക്കഴിഞ്ഞപ്പം ആരോ ഞങ്ങൾക്ക് ഈ മനുഷ്യനെ പരിചയപ്പെടുത്തി തന്നു. അതായത് യമനിലെ ആദ്യത്തെ ഡയമണ്ടായ അബ്ദുൾ ഗയീദ് മുവാഫ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ഞങ്ങൾ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്നാണെന്ന്. ഞങ്ങൾക്കും അദ്ദേഹത്തെ കണ്ടു പരിചയം ഉണ്ടായിരുന്നില്ല. പക്ഷെ പരിചയപ്പെട്ടതിന് ശേഷം ഞങ്ങൾ പിന്നെ വളരെ അടുത്തു. ഞങ്ങൾ ഈ സംഭവത്തെ പറ്റിയിട്ടൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പം ഞങ്ങളൊക്കെ കുറെ ചിരിക്കുകയും ഇതാക്കുകയൊക്കെ ചെയ്തു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ വൈഫിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആ രീതി കണ്ടിട്ടാണ് ഞങ്ങൾ തിരിച്ച് ലിഫ്റ്റിൽ കയറാതെ നടന്നതെന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം നെക്സ്റ്റ് ഇയർ അദ്ദേഹം ഞങ്ങളുടെ കൂടെ TSIP ട്രിപ്പിന്, ഇപ്പൊ ദിലീപ് ഭായി ഒക്കെ പറഞ്ഞ പോലെയുള്ള ഒരു ഫ്രീ ട്രിപ്പിന് ഇന്ത്യയിലേക്ക് വന്നു. വളരെയധികം അടുത്തു. അദ്ദേഹമായിട്ട് വളരെയധികം ഒരു ബ്രദർലി സ്നേഹമായി മാറി അദ്ദേഹത്തോട്.
എന്നിട്ട് ഞങ്ങൾ അതിനുശേഷം ഇന്ത്യൻ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചുപോയി. ഞാൻ ദുബായിലേക്ക് പോയി, പുള്ളി യമനിലേക്ക് പോയി. അതിന്റെ പിറ്റേ ദിവസമാണ് ഞങ്ങൾക്ക് ആ വിവരം കിട്ടുന്നത്. അബ്ദുൽ ഗയ്ദ് മുവാഫ, അദ്ദേഹം യമൻ എയർഫോഴ്സിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫൈറ്റർ പൈലറ്റ് ആയിരുന്നു. DXന്റെ ആദ്യത്തെ ഡയമണ്ടും ആയിരുന്നു. അപ്പം കോള് വരുന്നു, അബ്ദുൽ ഗയ്ദ് മുവാഫ ഒരു ഫ്ലൈറ്റ് ക്രാഷിൽ മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു കോള് വരുന്നു. ആ കോള് വന്ന ഉടനെ സഡൻലി എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് ആ ലിഫ്റ്റിൽ നടന്ന സീനാണ്. അതായത് നമ്മൾ ആ ലിഫ്റ്റിലേക്ക് കയറുമ്പോൾ ആ ലേഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ആ മനുഷ്യനുള്ളത്. ആ കുട്ടികളെയും ആ പിഞ്ചു കുട്ടികളെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ മനുഷ്യനുള്ളത്. അന്യരുടെ പക്കൽ നിന്നും ഒക്കെ ആ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം കാണിച്ച ആ ഒരു ഉത്സാഹം, അതൊക്കെയാണ് നമ്മളുടെ മനസ്സിൽ വന്നത്. ആ പ്രൊട്ടക്ഷൻ സഡൻലി ആ ഫാമിലിയിൽ നിന്നും ഇല്ലാതായി. അതായത് അതൊരു വലിയൊരു സംഭവമാണ്. ഒരു ഗൃഹനാഥന്റെ പ്രൊട്ടക്ഷൻ ഫാമിലിക്ക് ഇല്ലാതാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് പോലും നമ്മളെ മറന്നു പോകും. കുറച്ച് നാളൊക്കെ കഴിഞ്ഞാൽ, നമ്മളുടെ മരണശേഷം കുറച്ച് നാൾ കഴിഞ്ഞാൽ തൻ്റെ സുഹൃത്തിന്റെ ഫാമിലി എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് പലരും ആലോചിക്കുക പോലും ഇല്ല. കാരണം എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള തിരക്കുണ്ട്. പക്ഷേ ഈ DXN എന്ന് പറയുന്ന ഈ കമ്പനിയുടെ ഗ്രേറ്റ്നെസ്സിനെ പറ്റി പറയണമെങ്കിൽ നിങ്ങൾ ഇദ്ദേഹത്തിന്റെ ബോണസ് മാത്രം നോക്കിയാൽ മതി. അതായത് 2008 ഇദ്ദേഹം മരണപ്പെടുന്നത്. 2008 മെയ്യിലാണെന്ന് തോന്നി ഇദ്ദേഹം മരണപ്പെടുന്നത്. 2020 ഇപ്പോൾ ഏകദേശം എത്രയായി? 12 കൊല്ലമായി. ഇദ്ദേഹത്തിന്റെ കഴിഞ്ഞ മാസത്തെ DXN ബോണസ് ഇൻകം, കഴിഞ്ഞ മാസത്തേത്, അതായത് ആള് മരിച്ചു കഴിഞ്ഞു 12 കൊല്ലം മുമ്പ്, കഴിഞ്ഞ മാസത്തെ ബോണസ് ഇൻകം എന്ന് പറയുന്നത് ഏകദേശം 3.25 ലക്ഷം ഇന്ത്യൻ രൂപയാണ്. ഏകദേശം 3.25 ലക്ഷം ഇന്ത്യൻ രൂപ. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, യമൻ എന്ന് പറയുന്ന ഒരു കൺട്രിയിൽ 5000 ഇന്ത്യൻ രൂപ മതി വളരെ സുഭിക്ഷമായി ജീവിക്കാൻ. കാരണം കോസ്റ്റ് ഓഫ് ലിവിങ് വളരെ കുറഞ്ഞൊരു കൺട്രിയാണ്. അങ്ങനെയുള്ള ഒരു കൺട്രിയിൽ ഇപ്പം വാറ് നടന്നുകൊണ്ടിരിക്കുക. ആരുടെയും ജോലികളും ഇപ്പം വാറൊക്കെ കുറഞ്ഞു. കുറച്ച് നാൾ മുമ്പ് വരെ പലർക്കും ശമ്പളമൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ സ്ഥാപനങ്ങളൊക്കെ അടവായിരുന്നു ഈ യുദ്ധം കാരണം. പക്ഷെ എന്നാലും എല്ലാ മാസവും യമനിലെ ഈ മുവാഫയുടെ ആ ലിഫ്റ്റിൽ വെച്ച് അദ്ദേഹം പ്രൊട്ടക്ട് ചെയ്ത ആ ഭാര്യയുടെയും 2 പിഞ്ചു കുഞ്ഞുങ്ങളുടെയും വീട്ടിലേക്ക് എല്ലാ മാസവും ഈ DXN ബോണസ് ഇൻകം കഴിഞ്ഞ 12 കൊല്ലമായി, ഒരു മാസം പോലും ഒഴിവില്ലാതെ കഴിഞ്ഞ 12 കൊല്ലമായി ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഭാവിയിലും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് DXN ഇൻകത്തിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അതിനുശേഷം 2016 ഞങ്ങൾ വീണ്ടും യമനിൽ പോയി. യമനിൽ പോയപ്പം ആ റെക്കഗ്നേഷൻ നൈറ്റിന്റെ സ്റ്റേജിൽ അന്നത്തെ ആ ചെറിയ കുട്ടി, ഒരു പെൺകുട്ടി, കുറച്ച് വലുതൊക്കെയായി ഇപ്പം സ്റ്റേജിൽ വന്നിട്ട് അവര് നിറ കണ്ണുകളോടെ ആ കുട്ടി പറയുകയായിരുന്നു, ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനെ നഷ്ടപ്പെട്ടിട്ട് കുറേയധികം കൊല്ലമായി. പക്ഷെ എങ്കിലും എല്ലാ മാസവും കറക്റ്റ് 10-ാം തീയതി ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു വരും DXN ബോണസിന്റെ രൂപത്തിൽ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ആ കുട്ടി പറയുമ്പം കേട്ട് നിന്ന ആർക്കും കരച്ചിലടക്കാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു വീടിന്റെ ബലം എന്ന് പറയുന്നത് അതിന്റെ ഗൃഹനാഥനാണ്. നിങ്ങളൊരു ഗൃഹനാഥനാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ ആൾക്കാരെയൊക്കെ, അച്ഛനമ്മമാരെയൊക്കെ നോക്കി നടത്തുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇൻകത്തിന്റെ സ്ഥിരതയെയും അസ്ഥിരതയെയും പറ്റി ഇപ്പൊ ഒന്ന് വിചാരിക്കണം. കാരണം എന്ന് വെച്ചാൽ ഒരു ദിവസം ഇപ്പം ലൈഫ് ഈസ് വെരി 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 അൺപ്രഡിക്റ്റബിൾ. ഇപ്പം പ്രത്യേകിച്ച് ഈ കൊറോണ കാലം തന്നെ നമുക്ക് മനസ്സിലായല്ലോ എത്രത്തോളം അസ്ഥിരമാണ് നമ്മളുടെ ഫ്യൂച്ചറും നമ്മളുടെ വർത്തമാനകാലവും എല്ലാം നമുക്ക് മനസ്സിലായല്ലോ. ഇനിയെങ്കിലും നമ്മളൊന്ന് അനലൈസ് ചെയ്യണം, എവിടേക്കാണ് നമ്മൾ ഈ പോകുന്നത്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നു, കുളിക്കുന്നു, ഒരുങ്ങുന്നു, എന്തോ ഒരു ജോലിക്ക് പോകുന്നു, കുറച്ച് പൈസ കിട്ടുന്നു എല്ലാ മാസവും, അത് അവിടെ ഇടുന്നു ഇവിടെ ഇടുന്നു, ലോൺ അടക്കുന്നു, അതാക്കുന്നു ഇതാക്കുന്നു. എത്രത്തോളം നാൾ നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും? എത്രത്തോളം നാൾ നമ്മൾ ഒരു സ്ഥിരമായ വരുമാനമില്ലാതെ, എന്ത് സംഭവിച്ചാലും, എനിക്ക് പോലും എന്തെങ്കിലും സംഭവിച്ചാൽ പോലും എൻ്റെ വീട്ടിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു വരുമാനം എപ്പോഴാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്? അത് എന്ന് നിങ്ങൾ ആലോചിച്ച് തുടങ്ങുന്നോ
അന്ന് മുതൽ നിങ്ങളുടെ DXN ബിസിനസ് നന്നാവും, നിങ്ങളുടെ ജീവിതവും നന്നാവും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ DXN ബിസിനസ് എന്ന് പറയുന്നത് പലരും വിചാരിക്കുന്നുണ്ട്, ഞാൻ DXN ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ ഏൺ ചെയ്യുന്നില്ല, അതായത് എനിക്ക് ഇൻകം കിട്ടുന്നില്ല എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. സൗദി അറേബ്യയിലെ ഒരു സാധാരണ ഹൗസ് വൈഫ്, അവരുടെ പേര് അമീറ അൽ യൂബി. അവര് 2 കൊല്ലം മുമ്പാണ് DXNൽ ജോയിൻ ചെയ്തത്. അവർ ഓഫീസിലൊന്നും വരാറില്ല, വെറും സോഷ്യൽ മീഡിയ മാത്രം. എല്ലാ ദിവസവും അവര് ഈ കോഫി വെച്ചൊരു വീഡിയോ ഇടും, മറ്റേ ഈ കൊക്കോസി വെച്ച് മറ്റൊരു വീഡിയോ ഇടും, ഗാനോഡർമ വെച്ച് സൂപ്പ് ഉണ്ടാക്കി അത് വീഡിയോ ആയിട്ടിടും. അപ്പം സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ ഇവരെ ഫോളോ ചെയ്ത് എല്ലാവരും DXN പ്രോഡക്ട്സ് വാങ്ങി 2 കൊല്ലത്തിനുള്ളിൽ, അതായത് 1 കൊല്ലം മുമ്പ് തന്നെ അവർക്ക് 1 കൊല്ലത്തിനുള്ളിൽ തന്നെ അവർ ഈ ഇൻകം ഉണ്ടാക്കാൻ തുടങ്ങിയിരുന്നു. ഏകദേശം 1/2 കോടി ഇന്ത്യൻ രൂപയാണ് അവരുടെ മാസം വരുമാനം. ഏകദേശം 50 ലക്ഷം ഇന്ത്യൻ രൂപ അവർക്ക് മാസം വരുമാനം. ഒരു സാധാരണ ഹൗസ് വൈഫ്, ഈ നിങ്ങളൊക്കെ കാണാറില്ലേ സൗദിയിലേക്ക് ഈ നിക്കാബ് ഇട്ടിട്ടുള്ള, ഈ പർദ്ദ, ഈ മുഖത്ത് വരെ മുഖാവരണം വരെ ഇട്ടിട്ടുള്ള ഒരു ലേഡി, പുറത്തൊന്നും അധികം പോകാത്ത ഒരു സ്ത്രീ, അവർക്ക് കിട്ടുന്നത്, അവർ 2 കൊല്ലത്തിനുള്ളിൽ DXNന്റെ ഏറ്റവും പരമോന്നത ബഹുമതിയായ ക്രൗൺ അംബാസിഡർ പദവിയിലേക്കും അവര് എത്തി 2 കൊല്ലത്തിനുള്ളിൽ. അതിനു മുന്നേ DXNന്റെ റെക്കോർഡ് എന്ന് പറയുന്നത് ലാസ്ലോ കോച്ചോ ആയിരുന്നു. യൂറോപ്പിലെ 5 കൊല്ലം കൊണ്ടാണ് അദ്ദേഹം ക്രൗൺ അംബാസിഡർ ആയത്. ഇവർ 2 കൊല്ലം കൊണ്ട് തന്നെ ക്രൗൺ അംബാസിഡർ ആയി. മറ്റു പല ലീഡേഴ്സിനെയും ക്രോസ് ചെയ്ത് വിത്തിൻ 2 years അവര് ഈ ഇൻകവും നേടാൻ തുടങ്ങി, ഈ ക്രൗൺ അംബാസിഡർഷിപ്പും കിട്ടാൻ തുടങ്ങി. ഈ ഇൻകം അവർക്ക് കിട്ടാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 കൊല്ലമായി. അതായത് DXN ബിസിനസ് തുടങ്ങി 1 കൊല്ലത്തിനുള്ളിൽ തന്നെ 1/2 കോടി 50 lakh ഇന്ത്യൻ റുപ്പീസ് ആണ് അവര് മാസ വരുമാനം ആക്കാൻ പറ്റിയത്. ഓഫീസിൽ പോലും വരാതെ വെറും വീട്ടിലിരുന്ന്. ഇപ്പൊ സൗദി ലേഡീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ ലേഡീസിനെ പോലെയൊന്നും അല്ല, പല റെസ്ട്രിക്ഷൻസും ഉള്ളതാ, അവർക്ക് പുറത്തിറങ്ങാൻ പല പ്രശ്നങ്ങളുമുണ്ട്. അപ്പം ഇതിന്റെയൊക്കെ ഇടയിലും അവര് ഈ ഇൻകം ഉണ്ടാക്കാൻ തുടങ്ങി. സുഹൃത്തുക്കളെ, നമ്മളിപ്പം ഒരു DXN സിസ്റ്റം എന്ന് പറയുന്നത് ഒരു മെഷീൻ പോലെയാണ്. നമ്മൾ എന്ത് വിചാരിച്ചാലും നടക്കും. അതായത് ഇപ്പം ഇന്ന് നിങ്ങൾ ആദ്യത്തെ മീറ്റിംഗ് ആണ് ഇതെന്ന് വിചാരിച്ചോ, ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നു ഓക്കെ ദിലീപ് ഭായിനെ കാണുന്നുണ്ട്, സിറാജ് ഭായിനെ കാണുന്നുണ്ട്, രാജീവ് ഭായിനെ കാണുന്നുണ്ട്, ഷേർഷാദ്, കുറെ പേര്, ഇവരെയൊക്കെക്കാൾ കൂടുതൽ എനിക്ക് DXN സക്സസ്ഫുൾ ആകാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ യെസ്, നിങ്ങൾക്ക് പറ്റും. ഇവരെത്ര നേരത്തെ തുടങ്ങിയതാണെങ്കിൽ പോലും നിങ്ങൾ ഇന്ന് തുടങ്ങി നിങ്ങളുടേതായ തരത്തിൽ ഈ DXN ബിസിനസ് വിപുലീകരിക്കുകയാണെങ്കിൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഇവരൊക്കെ തുടങ്ങിയ കാലത്തുള്ള ബിസിനസ് അല്ല ഇപ്പം സ്മാർട്ട് ഫോണിലാണ് ലോകം മുഴുവനുള്ളത്. നമ്മളുടെ ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്? ടോക്കിംഗ് ബിസിനസ്, അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, DXN പ്രോഡക്ട്സിനെ പറ്റി സംസാരിക്കുക. അതുവഴി നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടും. അപ്പൊ ഈ സംസാരം എന്ന് പറയുന്നത് ഇപ്പം എല്ലാം നടക്കുന്നത് ഈ സ്മാർട്ട് ഫോണിലാണ്. നമ്മളുടെ ലോകത്തിലുള്ള ഇപ്പം ഞാൻ മിസ്റ്റർ പ്രദീപ് കുമാറിന്റെ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യായിരുന്നു. അപ്പൊ അദ്ദേഹം നൈജീരിയയില്, ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട് നൈജീരിയയില് അദ്ദേഹം ഇതുവരെ പോകാതിരുന്ന ഒരു രാജ്യത്ത് നിന്നും അദ്ദേഹത്തിന് പൈസ വന്നുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ്? ത്രൂ സോഷ്യൽ മീഡിയ. അപ്പം ഇത്രയുമൊക്കെ സാധ്യതകൾ നമ്മളുടെ കൈവെള്ളയിൽ തന്നെയുണ്ട്. ഇത്രത്തോളം അമേസിങ് ഒരു സിസ്റ്റത്തിന്റെ അടുത്ത് വരെ നിങ്ങൾ എത്തി. ഇത് ഈ മറ്റേ കുതിരയെ വെള്ളത്തിനടുത്ത് കൊണ്ടുപോകുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതായത് വെള്ളത്തിനടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാലും വെള്ളം കുടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തല താഴ്ത്തി അത് കുടിക്കുക തന്നെ വേണം. അതുപോലെയുള്ള ഒരു സിറ്റുവേഷൻ ആണ്. നിങ്ങളിപ്പം DXNന്റെ ഭാഗമായി കഴിഞ്ഞു. ഇത്രത്തോളം ടെക്നോളജി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്താൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ വരും. അത് നമ്മൾ മനസ്സിലാക്കി ഇന്ന് മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ അതിനുവേണ്ടി പ്രവർത്തിച്ച് തുടങ്ങുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പം ഗൾഫിൽ ഇപ്പം ഞാൻ മാനേജ് ചെയ്യുന്നത് മിഡിൽ ഈസ്റ്റ് റീജിയൻ ആണ്. ഗൾഫിൽ തന്നെ ദുബായിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ള എക്സ്പാട്രിയേറ്റ്സ് എന്ന് പറയുന്നത് മലയാളീസ് ആണ്. പക്ഷേ നമ്മളുടെ ദുബായിൽ ഇപ്പോഴും മലയാളികളുടെ ടീംസ് വളരെ കാര്യമായിട്ട് പ്രവർത്തിക്കുന്നില്ല, ഇപ്പോഴും ഇല്ല. ഇതുവരെ ആ പൊട്ടൻഷ്യൽ വളരെ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുള്ള ആരുമില്ല. ഇപ്പൊ നമ്മളുടെ ഒരേ ഒരു ലീഡറേ ഉണ്ടായിരുന്നുള്ളൂ, മനോജ്
എന്ന് പറഞ്ഞിട്ടൊരു ലീഡർ ഉണ്ടായിരുന്നു. മനോജ് ഇപ്പം തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നു. മറ്റ് പല ലീഡേഴ്സും ഇപ്പം ഇതിന്റെ സാധ്യതകൾ കണ്ടുകൊണ്ട് പലരുടെയും ലൈൻസ് ഇപ്പം അവിടെ ആക്റ്റീവായി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇനിയും ആ പൊട്ടൻഷ്യൽ ഒരുപാട് പേർക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ദുബായില് നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ അയൽപ്പക്കത്തോ ഉള്ള ഒരാൾ ഗൾഫിൽ മലയാളിയായിട്ട് ജോലി ചെയ്യുന്നുണ്ടാവും. മലയാളിയായിട്ടുള്ള ഒരാൾ ഗൾഫിൽ ജോലി ചെയ്യുന്നുണ്ടാവും. അദ്ദേഹം ഗൾഫിലെ ഏത് സിറ്റിയിലാണെങ്കിലും അദ്ദേഹത്തിന് ജസ്റ്റ് ഒരു കോളിലോ അല്ലെങ്കിൽ ഒരു വാട്സപ്പിലോ DXN പ്രൊഡക്ട്സ് അദ്ദേഹത്തിന്റെ റൂമിന്റെ അടുത്തേക്ക് വരും, അദ്ദേഹത്തിന്റെ കൈക്കലെത്തും. അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സിറ്റിയിൽ തന്നെ ഏകദേശം 80ഓളം സർവീസ് സെന്ററുകൾ മിഡിൽ ഈസ്റ്റിൽ DXന്റെ അപ്പം അവിടെ പോയി അദ്ദേഹത്തിന് ബിസിനസ് ചെയ്യാം. അദ്ദേഹം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന എന്ത് തന്നെ ബിസിനസ് ആണെങ്കിലും എന്ത് തന്നെ ജോലിയാണെങ്കിലും അതിന്റെ കൂടെ ഒരു പാർട്ട് ടൈം ഇൻകം ഉണ്ടാക്കാൻ വേണ്ടി ഈ DXN ബിസിനസ് നിങ്ങൾ പരിചയപ്പെടുത്തുകയാണെങ്കിൽ അടുത്ത മാസം മുതൽ ഗൾഫിൽ നിന്നും ഇങ്ങോട്ടേക്ക് നിങ്ങൾക്ക് പൈസ വന്നു തുടങ്ങും, പണം വന്നു തുടങ്ങും. ഇതാണ്. പക്ഷെ ആ പൊട്ടൻഷ്യൽ ആരും യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് അദ്ദേഹത്തിന്റെ നമ്പർ എടുത്ത് ഞാൻ ഇങ്ങനെ ഒരു ബിസിനസ് പരിചയപ്പെട്ടു, ഇന്ന ഓഫീസിൽ പോവുക, അവിടെ ഒരാളെ കാണുക, അദ്ദേഹം അത് എക്സ്പ്ലെയിൻ ചെയ്തു തരും. അവിടെ ക്ലാസ്സുകളും വെർച്വൽ ക്ലാസ്സുകളും എല്ലാം നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഒരു ഇൻകം ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളുടെ ഏത് ബിസിനസ്സാണ് അവിടെ പോയി ഇൻകം ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്കുള്ള കമ്മീഷൻ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യമായിട്ടൊന്ന് ഓക്കെ എന്നാൽ പിന്നെ അന്ന് വിളിച്ചേക്കാം എന്ന് വിചാരിച്ച് തുടങ്ങുന്ന ആ ഒരു മുഹൂർത്തം ഉണ്ടല്ലോ, ആ മുഹൂർത്തത്തിലാണ് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇപ്പം ഞാൻ നിർത്താൻ പോവുകയാണ്. അതിന് മുന്നേ ഞാൻ ചെറിയൊരു സ്റ്റോറിയും കൂടി പറഞ്ഞിട്ട് നിർത്താം. സ്റ്റോറി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സ്റ്റോറി തന്നെയായിരിക്കും. പഴയ ആമയും മുയലും സ്റ്റോറി. ആമയും മുയലും തമ്മിലുണ്ടായ ഓട്ട മത്സരത്തിന്റെ കഥ. അപ്പം അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ആമയും മുയലും തമ്മിൽ ഓട്ടപ്പന്തയം വെച്ചു. എന്നിട്ട് രണ്ടുപേരും ഓടാൻ തുടങ്ങി. മുയല് വഴിയിലിരുന്ന് ഉറങ്ങി. ആമ മെല്ലെ 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 പോയി ഫിനിഷിംഗ് പോയിന്റിലെത്തി. ആമ വിജയിച്ചു. അപ്പൊ ഇതിൽ നിന്നും നമ്മളുടെ DXN ബിസിനസ് ബിൽഡേഴ്സിന് ഒരു ഗുണപാഠമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. നിങ്ങൾ എത്ര സ്ലോ ആണെങ്കിലും കുഴപ്പമില്ല. നിങ്ങളുടെ ഡോണ്ട് ലുക്ക് റൈറ്റ്, ഡോണ്ട് ലുക്ക് ലെഫ്റ്റ്. നമ്മൾ ലക്ഷ്യമുണ്ടല്ലോ, ഇപ്പൊ DXN ഒരു ക്രൗൺ അംബാസിഡർ ആവുക, അല്ലെങ്കിൽ DXN ഒരു 5 ഡിജിറ്റ് ഇൻകം കിട്ടുക എന്നുള്ള ആ ഒരു ലക്ഷ്യം നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ എത്ര സ്ലോ ആയിട്ടാണ് പോകുന്നതെങ്കിലും ആസ് ലോങ് ആസ് യു മെയിൻറ്റെയിൻ ദ ഡയറക്ഷൻ, നിങ്ങൾ ആ ലക്ഷ്യം തന്നെ നോക്കി ഇങ്ങനെ പോവുകയാണെങ്കിൽ എത്ര സ്ലോ ആയിട്ടാണെങ്കിലും യു വിൽ ബിക്കം സക്സസ്ഫുൾ. ഇനി ഈ കഥയ്ക്ക് ഒരു രണ്ടാമത്തെ എപ്പിസോഡ് ഉണ്ട്. അത് ഫസ്റ്റ് കഥ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, പക്ഷെ രണ്ടാമത്തെ എപ്പിസോഡ് എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ല. അതും കൂടി ഞാൻ പറയാം. മുയലിന് വളരെ നിരാശ വന്നു. കാരണം മുയൽ ഉറങ്ങിപ്പോയത് കൊണ്ടാണല്ലോ മുയലിന് ജയിക്കാൻ പറ്റാതായത്. അപ്പൊ മുയൽ ആമയുടെ അടുത്ത് രണ്ടാമത് വന്നു. എന്നിട്ട് പറഞ്ഞു, ഒരു പ്രാവശ്യം കൂടി നമുക്കൊരു ഓട്ട മത്സരം വെക്കണം, എന്നാൽ മാത്രമേ ശരിയാവുള്ളൂ. കാരണം ഞാൻ ഉറങ്ങിപ്പോയതാണ്, ഒരു പ്രാവശ്യം കൂടി നമുക്കൊന്ന് ഓടണം എന്ന് പറഞ്ഞു. ആമ പറഞ്ഞു, ഓക്കെ നമുക്കൊന്ന് ഓടിയേക്കാം എന്ന് പറഞ്ഞ് രണ്ടാമതും ഓട്ട മത്സരം വെച്ചു. രണ്ടാമത് ഓട്ട മത്സരം വെച്ചപ്പം ഇത്തവണ മുയൽ വളരെ കുതിച്ചു പാഞ്ഞു. ആ മരത്തിന്റെ അടുത്തെത്തിയപ്പം മുയൽ ആ മരം കണ്ടു. വീണ്ടും ഉറക്കം വന്നു. പക്ഷെ മുയൽ പറഞ്ഞു, ഇല്ല, ഇത്തവണ ഞാൻ ഉറങ്ങില്ല, ഇത്തവണ ഞാൻ തോക്കില്ല എന്ന് പറഞ്ഞ് മുയൽ വീണ്ടും വളരെ ഫാസ്റ്റായി ഓടി. മുയൽ ഫിനിഷിംഗ് പോയിന്റ് ക്രോസ് ചെയ്ത് വിജയിയായി. ഇതിൽ നിന്നും ഈ രണ്ടാമത്തെ എപ്പിസോഡിലും ഒരു ഗുണപാഠമുണ്ട് DXN ബിസിനസ് ബിൽഡേഴ്സിന്. അതായത് നമ്മൾ സ്ലോ ആൻഡ് സ്റ്റഡി ഒക്കെ ഓക്കെ, പക്ഷേ നമുക്കൊക്കെ അത്രയും സമയമുണ്ടോ? അതായത് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യണം. ഇരുന്നുറങ്ങിയിട്ട് കാര്യമില്ല. ഇരുന്നുറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ സക്സസ്ഫുൾ ആകാൻ ലേറ്റ് ആകും. അതുകൊണ്ട് ഇരുന്നുറങ്ങാതെ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ഇന്നു മുതൽ ചെയ്യുക. ആൾക്കാരോട് സംസാരിക്കുക DXN ബിസിനസ്സിനെ പറ്റി. നാളെ മുതൽ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സ് കിട്ടിത്തുടങ്ങും. ഇനി ഈ കഥയ്ക്ക് ഒരു മൂന്നാമത്തെ എപ്പിസോഡ് ഉണ്ട്. ഇത്തവണ നിരാശനായത് ആമയാണ്. സോ ആമ മുയലിന്റെ അടുത്ത് വന്നിട്ട് പറയും, ഞാൻ ഒരു പ്രാവശ്യം ഓട്ട മത്സരം വെച്ചു, ഞാൻ ജയിച്ചു. രണ്ടാമത് നീ ജയിച്ചു. ഇനി മൂന്നാമത് ഒരു തവണയും കൂടി വെക്കണം, ബെസ്റ്റ് ഓഫ് 3. അപ്പം മുയൽ പറഞ്ഞു, ഓക്കെ എന്ത് തന്നെയാണെങ്കിലും ഞാൻ ഇപ്രാവശ്യം ഉറങ്ങാൻ പോകുന്നില്ല, നമുക്ക് ഓട്ട മത്സരം ആയിക്കളയാം എന്ന് പറഞ്ഞു. അപ്പം ആമ പറഞ്ഞു, ഓക്കെ ഞാൻ
ഇത്രയും പ്രാവശ്യം നമ്മൾ ആ ഡയറക്ഷനിലാണ് ഓടിയത്, വലതു ഭാഗത്തേക്കാണ് ഓടിയത്. ഇത്തവണ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, ഇടതു ഭാഗത്തേക്ക് ഓടാം. അപ്പൊ മുയൽ പറഞ്ഞു ഏത് ഭാഗത്തേക്കാണെങ്കിലും ഇത്തവണ ഞാൻ ഉറങ്ങാൻ പോകുന്നില്ല, ഓക്കെ നമുക്ക് ഓടിയേക്കാം എന്ന് പറഞ്ഞു ഓട്ട മത്സരം തുടങ്ങി. ഇടതു ഭാഗത്തേക്ക് കുതിച്ചു പാഞ്ഞ മുയൽ ഒരു സ്ഥലത്തെത്തിയപ്പോൾ നിൽക്കേണ്ടി വന്നു. കാരണം എന്ന് വെച്ചാൽ ഒരു പുഴ ഒഴുകുന്നുണ്ടായിരുന്നു ക്രോസ് ആയിട്ട്. ആ പുഴയുടെ അപ്പുറത്തെ കരയിലാണ് ഫിനിഷിംഗ് പോയിന്റ് ഉള്ളത്. മുയലിന് നീന്തൽ അറിയില്ല. മുയൽ ഇങ്ങനെ ആ പുഴയുടെ കരയിൽ ഇനി എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് നമ്മളുടെ ആമ വളരെ സ്റ്റൈലായി മെല്ലെ നടന്നു വന്ന്, ആ പുഴയിൽ, ആമയുടെ കാര്യം അറിയാലോ, ആമ വളരെ ഉഗ്രൻ സ്വിമ്മറാണല്ലോ, ആമ ആ പുഴയിൽ സുഖമായി നീന്തി അപ്പുറം കയറി ഫിനിഷിംഗ് പോയിന്റിലെത്തി. അണ്ടർസ്റ്റാൻഡ് യുവർ സ്ട്രോങ് പോയിന്റ്സ്. നിങ്ങളുടെ ശക്തി എന്താണ് എന്ന് മനസ്സിലാക്കുക. DXനിൽ സക്സസ്ഫുൾ ആകണമെങ്കിൽ എല്ലാവരും ഡോക്ടർ ആവേണ്ട ആവശ്യമില്ല, മെഡിസിൻ പോലെ ഇത് സെല്ല് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സ്ട്രോങ് പോയിന്റ്സ് ഉണ്ടാകും. ആ സ്ട്രോങ് പോയിന്റ്സ് മനസ്സിലാക്കി നിങ്ങൾക്ക് എന്തിലാണോ കഴിവ്, ആ കഴിവ് മനസ്സിലാക്കി ആ ഡയറക്ഷനിൽ നിങ്ങളുടെ DXN ബിസിനസ് കൊണ്ടുപോവുക, നിങ്ങൾ സക്സസ്ഫുൾ ആവും. ഇനി ഇതിന് അവസാനമായി ഒരു 4ാമത്തെ എപ്പിസോഡും കൂടിയുണ്ട്. 4ാമത്തെ എപ്പിസോഡിൽ മുയലും ആമയും വളരെ നല്ല സുഹൃത്തുക്കളായി. 3 ഓട്ട മത്സരമൊക്കെ കഴിഞ്ഞല്ലോ. ഇത്തവണ അവർ തീരുമാനിച്ചു നമുക്ക് ഒന്നിച്ചോടാം, എന്നിട്ട് നമുക്ക് ഫിനിഷിംഗ് പോയിന്റ് എത്താം, കാരണം നമ്മൾ ഇത്രയും നല്ല ഫ്രണ്ട്സ് ആണല്ലോ. അപ്പൊ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ആദ്യം ഇടതുവശത്തേക്കാണ് ഓടിയത്. ആദ്യം മുയൽ ആമയെ തോളിൽ കയറ്റി, എന്നിട്ട് മുയൽ ഓടി പുഴ വരെ. പുഴ എത്തിയപ്പോൾ ആമ നീന്തി മുയലിനെ തോളിൽ വെച്ച്, എന്നിട്ട് 2 പേരും ഫിനിഷിംഗ് പോയിന്റ് ഒന്നിച്ച് ക്രോസ് ചെയ്തു. അതായത് ഇതൊരു ടീം ബിസിനസ് ആണ് സുഹൃത്തുക്കളെ. നമ്മളുടെ ടീമിലുള്ള എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആസ് എ ടീം നമുക്ക് ഒന്നിച്ച് സക്സസ്ഫുൾ ആകാൻ പറ്റും. സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ ജീവിതത്തിൽ നമുക്കൊരു ചേഞ്ചും സക്സസ്സിലേക്ക് നമ്മളുടെ ഒരു പ്രയാണം എത്തിച്ചേരുകയും ഒക്കെ ഉള്ളൂ. അതിനുവേണ്ടി ബൃഹകാരണ്യതോപനിഷത്തിലെ ഒരു ശ്ലോകമുണ്ട്. അസത്തോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോമ അമൃതം ഗമയ. അസത്തോമ സദ്ഗമയ എന്ന് പറഞ്ഞാൽ അസത്യത്തിൽ നിന്നും സത്യത്തിലേക്ക് വരിക. തമസോമ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരിക. മൃത്യോമ അമൃതം ഗമയ, മൃത്യുവിൽ നിന്നും മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചു വരിക. ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ആശംസിച്ചുകൊണ്ട് വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗോ ക്രൗൺ അംബാസഡർ. താങ്ക് യു സോ മച്ച്. സലീം സാറിന്റെ വോയിസ് ഓഡിബിൾ ആണോ? ഹലോ രാഹുൽ സാർ. സലീം സാർ, താങ്ക് യു വെരി മച്ച് സലീം സാർ. കാരണം വളരെ മനോഹരമായിട്ട് നമ്മുടെ കംപ്ലീറ്റ്ലി ഒരു DXN ഡിസ്ട്രിബ്യൂട്ടർ മാത്രമല്ല, ഒരു വ്യക്തിക്ക് പേഴ്സണലി വേണ്ട പല കാര്യങ്ങളും പലരും ലൈഫിൽ ആ ഒരു ചില സ്പോട്ട് ഉണ്ടാവും, നമ്മളെല്ലാം ഒരു നിമിഷം സ്തംഭിച്ചു പോകുന്ന ഒരു സ്പോട്ട് ഉണ്ടാവും. അങ്ങനെ പല കാര്യങ്ങളും ഇപ്പൊ സലീം സാറ് പറഞ്ഞ ബേസിക്കലി സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പല കാര്യങ്ങളും ശരിക്കും ഇത് കേട്ട സമയത്ത് എന്റെ ലൈഫിൽ ഞാൻ ഫേസ് ചെയ്ത സംഭവങ്ങളാണ്. ഇതേപോലെ ഫ്രണ്ട്സ് ഇൻവൈറ്റ് ചെയ്യുന്നു, ഒരു MLA മീറ്റിംഗിലേക്ക് പോകുന്നു, പക്ഷെ ഭക്ഷണം കഴിക്കാനല്ല, ജസ്റ്റ് പേരിൽ ഒരു മീറ്റിംഗിലേക്ക് പോകുന്നു, അവിടെ കിടന്ന് ഉറങ്ങുന്നു, തിരിച്ചു വരുന്നു. അങ്ങനെ പല സിറ്റുവേഷൻസും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തതാണ്. സാർ ആ ഇന്റർവ്യൂ സിറ്റുവേഷൻ പറഞ്ഞു, ആ ഇന്റർവ്യൂ ടൈം രാഹുൽ സാർ ആണ് ഇന്റർവ്യൂ ചെയ്തത്. ആ സിറ്റുവേഷനും രാഹുൽ സാർ ഫസ്റ്റ് വെച്ച ചോദ്യം അതായിരുന്നു. ആ സമയത്ത് എന്റെ മൈൻഡിൽ കൺഫ്യൂഷൻ അതായിരുന്നു. അതായത് ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി, ഇതിന്റെ സ്റ്റെബിലിറ്റി എന്താണ്? ഞാൻ വർക്ക് ചെയ്തത് വളരെ ഹെവി ആയിട്ട്, അതായത് വെഹിക്കിൾ ഫീൽഡാണ് വർക്ക് ചെയ്തത്, സെയിൽസ് ഫീൽഡാണ് വർക്ക് ചെയ്തത്. ഹെവി ടാർഗറ്റ് ആണ്. നമുക്കറിയാം മൾട്ടി ലെവൽ ഡയറക്ട് സെല്ലിംഗ് കമ്പനി പോലെയല്ല ബാക്കിയുള്ള കൺവെൻഷണൽ ജസ്റ്റ് സെയിൽ കമ്പനീസ് എന്ന് പറഞ്ഞാൽ. അവർക്കൊക്കെ ഹെവി ടാർഗറ്റ്സ്. രാത്രി ഉറങ്ങാൻ പറ്റില്ല, എസ്പെഷ്യലി മന്ത് എൻഡ് ആവുമ്പോഴേക്കും തീർന്നു, അവിടെ തീർന്നു, സമാധാനം തീർന്നു, എല്ലാം തീർന്നു, ടാർഗറ്റ് ആയിട്ടില്ല, എങ്ങനെ കിട്ടും, സാലറി കട്ടാവും, ബോണസ് കട്ടാവും, എല്ലാം പ്രശ്നങ്ങൾ, ഇൻസെന്റീവ് കട്ടാവും. അപ്പൊ ആ ഒരു സമയത്ത് മാറി ചിന്തിച്ച ഒരു നിമിഷമായിരുന്നു ഞാൻ DXNലേക്ക് കടന്നു നിമിഷം എന്ന് പറഞ്ഞു. ജസ്റ്റ് ബേസിക്കലി എന്റെ സ്റ്റോറിയാണ്. സോ അങ്ങനെ DXNലേക്ക് എന്റെ വരവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും. സോ സലീം സാർ, നല്ല കമന്റ്സ് സാർ ഓൾറെഡി വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ജസ്റ്റ് പേഴ്സണലി നമ്മുടെ ഹോസ്റ്റിന് വേണ്ടി ആക്കിയത് കൊണ്ട് എല്ലാവർക്കും കാണാൻ സാധിക്കില്ല.
സാറുണ്ട്, ഷഫീന മാഡത്തിന്റെ, രാജീവ് സാറിന്റെ, കണ്ടിന്യൂസ്ലി കമന്റ്സ് വന്നുകൊണ്ടിരിക്കുന്നത് സാർ. യു കമന്റ്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. DXN കേരള ഇപ്പൊ ഒഫീഷ്യലി ഞാൻ റിക്വസ്റ്റ് ചെയ്യണം സലീം സാറോട്, നെക്സ്റ്റ് മന്ത് സാറിന്റെ ഫ്രീ ആയിട്ടുള്ള ഒരു ഡേറ്റ് ഒരു ട്യൂസ്ഡേ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ലെറ്റ്സ് ഗോ ഫോർ എ ടോക്ക് ഷോ ഇൻ ഫേസ്ബുക്ക് ഓൾസോ. നമുക്ക് ഒഫീഷ്യലി ഫേസ്ബുക്കിൽ നമ്മൾ DXN കേരളയുടെ പേരിൽ നമ്മൾ ലൈവായിട്ട് ലെറ്റ്സ് ടോക്ക് DXN ദ എയ്റ്റ് ഷോ എന്ന ഒരു പേരിൽ ടോക്ക് ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സാറിന്റെ ഫ്രീ ആയിട്ടുള്ള ഒരു ഡേറ്റ് ഒരു ട്യൂസ്ഡേ നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മുടെ ടോക്ക് ഷോ പോലെ നമ്മുടെ, കാരണം ഈ ഒരു മീറ്റിംഗിൽ എല്ലാവർക്കും സംശയങ്ങൾ ചോദിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവില്ല. സാറിന്റെ ആ ഒരു ടോക്ക് മാത്രമേ കേൾക്കാൻ സാധിച്ചുള്ളൂ. സോ നെറ്റ്വർക്ക് സംശയങ്ങൾ ആസ് എ നെറ്റ്വർക്കർ ആയിട്ട് ഞാൻ സാറിനോട് മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നതാണ്. ലെറ്റ്സ് ഹാവ് എ Q&A സെഷൻ ഫോർ ദം സർ. Sure, definitely. Okay, sir. Thank you very much once again, sir. Thank you very much for a very valuable time, sir. It was very motivational. It was very effective. Thank you very much, sir. Thank you so much. Thank you so much, Rahul. Thank you, Dilip bhai. Thank you, Siraj bhai. Thank you very much, Mr. Salim. Thank you very much. It was really indeed a different way of your presentation, and it is touching the heart. Really, sir. It has touched my heart. Thank you very much for that. Thank you very much. Thank you very much, Salim sir. Thank you very much once again. Dilip sir, thank you very much. Rahul sir, very much thank you, sir. Thank you, Salim sir. Thank you. Sir, Rajiv sir, hand raise just for him. Okay, sure. Rajiv sir. Hello. Rajiv sir, good morning, sir. Good morning. വളരെ വണ്ടർഫുൾ പ്രസന്റേഷൻ ആയിരുന്നു. എല്ലാവരുടെയും പ്രസന്റേഷൻ എന്താണെന്ന് അറിയില്ല, ഇന്നത്തെ ദിവസം വളരെ സന്തോഷകരമായിട്ട് തോന്നി. ശ്യാംജി ആണെങ്കിലും രാഹുൽജി ആണെങ്കിലും അതുപോലെ തന്നെ ദിലീപ് ആണെങ്കിലും ലാസ്റ്റ് ഫിനിഷിംഗ് പോയിന്റില് വളരെ മനോഹരമായിട്ട് സലീമിന്റെ ഭയങ്കര ഒരു ഇതായിപ്പോയി. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ഫാമിലി ആയിട്ടിരുന്ന് കാണുകയാണ്, എൻജോയ് ചെയ്യായിരുന്നു എല്ലാം. സോ താങ്ക് യു വെരി മച്ച് ഫോർ ദിസ് പ്രോഗ്രാം. താങ്ക് യു വെരി മച്ച് രാജീവ് സർ. താങ്ക് യു വെരി മച്ച്. സോ കുറച്ച് ലോങ് ആയിട്ട് പോയെങ്കിലും എല്ലാവരും എൻജോയ് ചെയ്യുന്ന വിചാരിക്കുന്നു. സോ ദയവ് ചെയ്ത് നമ്മുടെ ഗ്രൂപ്പുകളിലേക്കും മറ്റുമായിട്ട് ഈ ഒരു പ്രോഗ്രാം നമ്മൾ ഷെയർ ചെയ്യുക. യൂട്യൂബ് ലിങ്ക് ഓൾറെഡി നമ്മുടെ ഗ്രൂപ്പുകളിലേക്ക് ഇട്ടിട്ടുണ്ട്. ദയവായി നമ്മുടെ ലീഡേഴ്സിനോട് ആവശ്യപ്പെട്ട ലിങ്ക് വാങ്ങിക്കുക, എല്ലാവരും ഷെയർ ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമുക്ക് പല വ്യക്തികൾക്ക് നമ്മുടെ ഗ്രൂപ്പുകളിലേക്കും നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുക. വൺസ് അഗൈൻ താങ്ക് യു വെരി മച്ച് സലീം സർ, രാഹുൽ സർ, ദിലീപ് സർ, രാജു സർ, everyone, co-diamonds, everyone. Thank you very much. Thank you everyone for participating. Thank you. Thank you.